ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്കൂളിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് SCERT ക്ലാസ് 9ത്തെ ഫിസിക്സിലെ 4ാമത്തെ ചാപ്റ്റർ ആണ് കേട്ടോ. ഗുരുത്വാകർഷണം എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ നമ്മുടെ ഇനി വരാൻ പോകുന്ന LDC മെയിൻ എക്സാം ആണെങ്കിലും യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാം ആണെങ്കിലും ഒക്കെ നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഈ പറഞ്ഞിട്ടുള്ള ഗുരുത്വാകർഷണം. അപ്പോൾ SCERT എന്ന് മാത്രമല്ല NCERT +1ത്തെ നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സെഷൻ തുടങ്ങാം കേട്ടോ. എന്തുകൊണ്ടായിരിക്കും മൂൺ എർത്തിലേക്ക് വീഴാത്തത്? അല്ലെങ്കിൽ ഇപ്പൊ ഞാനൊരു കല്ല് മുകളിലേക്ക് എറിഞ്ഞു എന്ന് വിചാരിച്ചോ, ആ കല്ല് എന്തുകൊണ്ടായിരിക്കും താഴത്തേക്ക് വരുന്നത്? എന്താണ് റീസൺ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഭൂമിയുടെ ഭൂഗുരുത്വാകർഷണ ബലം കൊണ്ടാണ്, അല്ലെങ്കിൽ എർത്തിന്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൊണ്ടാണെന്നൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാ അല്ലെ. ഭൂമി എല്ലാത്തിനെയും അതിന്റെ സെന്ററിലേക്ക് ആകർഷിക്കുന്നു എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അത് മാത്രമല്ല, നമ്മൾ ഈ ന്യൂസ് പേപ്പറിലൊക്കെ വായിച്ചിട്ടുണ്ടാവും, ഈ മംഗലയാൻ വിക്ഷേപിച്ചു അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ സാറ്റലൈറ്റ് വിക്ഷേപിച്ചു എന്നൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ടാവും. അപ്പൊ ഈ സാറ്റലൈറ്റ് വിക്ഷേപിക്കുമ്പോൾ ഉണ്ടല്ലോ, അവിടെ നമ്മൾ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. ഏതൊക്കെയാണെന്നറിയോ? ഒന്ന് പലായന പ്രവേഗം, എസ്കേപ്പ് വെലോസിറ്റി, അതേപോലെ തന്നെ ഓർബിറ്റൽ വെലോസിറ്റി. അപ്പൊ ഈ 2 കൺസെപ്റ്റും കൂടെ നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. കാരണം പ്രസ്താവന തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ വരാനുള്ള നല്ല ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ അറിഞ്ഞിരിക്കണം കേട്ടോ. അപ്പൊ എല്ലാവർക്കും നമ്മുടെ ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം. ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ്. നമുക്ക് SCERT കൊടുത്തിട്ടുള്ള ഒരു പോയിന്റ് വെച്ചിട്ട് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. വീണ് പോകാതെ ഭൂമിയിൽ നിൽക്കാൻ അയാൾക്ക് കഴിയുന്ന എന്തുകൊണ്ടാണ്? അപ്പൊ ഇങ്ങനെ 3 ആൾക്കാർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവരൊക്കെ വീഴാണ്ട് ഇങ്ങനെ നിൽക്കാനുള്ള റീസൺ എന്താ? നമ്മുടെ ഭൂമിയുടെ അട്രാക്റ്റീവ് ഫോഴ്സ് കൊണ്ടാണ്, അല്ലെ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൊണ്ടാണ്. ഭൂമി അതിന്റെ സെന്ററിലേക്ക് എല്ലാവരും അട്രാക്ട് ചെയ്യുന്നു. അപ്പൊ എല്ലാവരും അതുകൊണ്ട് വീണ് പോവാതെ ഇങ്ങനെ നിൽക്കുന്നു, അല്ലെ. ഇനി നമുക്ക് അടുത്ത് എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് നോക്കാം കേട്ടോ. അപ്പൊ SCERT ടെക്സ്റ്റിലുള്ള കാര്യങ്ങളാണ് ഞാൻ വേഗം വേഗം പറഞ്ഞു പോവാം. പലതും നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഒരു ചെറിയ കല്ല് ഉയർത്തിപ്പിടിച്ച ശേഷം കൈവിട്ട് നോക്കൂ. എന്ത് നിരീക്ഷിക്കുന്നു? കല്ല് താഴത്തേക്ക് പതിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും കല്ല് താഴത്തേക്ക് വീഴുന്നത്? റീസൺ എന്താ? ഭൂമിയുടെ ഭൂഗുരുത്വാകർഷണ ബലം കൊണ്ട്, അല്ലെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മുകളിലേക്ക് എറിഞ്ഞ കല്ല് ഉയർന്നു പോകുമ്പോൾ അതിന്റെ വേഗത്തിൽ എന്ത് മാറ്റം ഉണ്ടാവുന്നത്? അപ്പൊ ഞാനൊന്ന് വരച്ച് കാണിച്ചു തരാം. ഇപ്പൊ ഇതൊരു കല്ലാന്ന് വിചാരിക്കാം. ഈ കല്ല് ഞാൻ മുകളിലേക്ക് എറിയാണ് കേട്ടോ. മുകളിലേക്ക് എറിയുന്ന സമയത്ത് കല്ലിന്റെ സ്പീഡിന് എന്താ പറ്റുന്നത്? കല്ലിന്റെ സ്പീഡ് കുറഞ്ഞു വരും. മുകളിലേക്ക് പോകുന്ന അനുസരിച്ചിട്ട് കല്ലിന്റെ സ്പീഡ് കുറഞ്ഞു വരും. എന്നിട്ട് ഒരു പെർട്ടിക്കുലർ ഹൈറ്റ് എത്തിക്കഴിയുമ്പോൾ ഉണ്ടല്ലോ, ഈ പറഞ്ഞിട്ടുള്ള കല്ലിന്റെ സ്പീഡ് 0 ആയിട്ട് വരും. എത്ര വരും? 0 ആയിട്ട് വരും. ഈ കല്ലിന്റെ സ്പീഡ് 0 ആയതിനു ശേഷമാണ് അത് തിരിച്ച് നമ്മുടെ ഭൂമിയിലേക്ക് റിട്ടേൺ അടിച്ചു വരുന്നത്. എന്നിട്ട് നമ്മുടെ ഭൂമിയിൽ തൊടുന്നേക്കാളും തൊട്ട് മുമ്പുള്ള ഒരു പോയിന്റ് ഇല്ലേ, അവിടെ ആയിരിക്കും ഈ പറഞ്ഞിട്ടുള്ള കല്ലിന്റെ സ്പീഡ് ഏറ്റവും കൂടുതൽ, ഏറ്റവും മാക്സിമം ഈ കല്ല് തിരിച്ചു വന്നിട്ട് ഭൂമിയിൽ തൊടുന്നേക്കാളും തൊട്ട് മുമ്പുള്ള പോയിന്റിലായിരിക്കും. മനസ്സിലായോ? ഓക്കെ ആണോ? അപ്പൊ ഒരു കല്ല് ഞാൻ മുകളിലേക്ക് എറിയുന്ന സമയത്ത് ആ കല്ലിന്റെ സ്പീഡ് കുറഞ്ഞു വരും. ആ മാക്സിമം ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തതിനു ശേഷം അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഹൈറ്റ് എത്തിക്കഴിയുമ്പോൾ ആ കല്ലിന്റെ സ്പീഡ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. പിന്നെ റിട്ടേൺ അടിച്ച് വന്നു കഴിഞ്ഞിട്ട് ഭൂമിയിൽ തൊടുന്നേക്കാളും തൊട്ട് മുമ്പുള്ള ആ ഒരു പോയിന്റിലായിരിക്കും കല്ലിന്റെ സ്പീഡ് ഏറ്റവും മാക്സിമം. കിട്ടിയോ? ഇനി നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം. കല്ല് താഴേക്ക് പതിക്കുമ്പോൾ എന്താ സംഭവിക്കുക? ഇപ്പൊ നമ്മൾ പറഞ്ഞു അല്ലെ, കല്ല് താഴേക്ക് പതിക്കുന്ന സമയത്ത് കല്ലിന്റെ സ്പീഡ് ഏറ്റവും മാക്സിമം ആയിരിക്കും. ഓരോ പോയിന്റിലും ഇങ്ങനെ കൂടി വരും. അവസാനത്തെ തൊടുന്നേക്കാളും തൊട്ട് മുമ്പുള്ള പോയിന്റിലായിരിക്കും അതിന്റെ സ്പീഡ് മാക്സിമം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. കല്ല് താഴേക്ക് പതിക്കാൻ നിങ്ങൾ കല്ലിൽ ബലം പ്രയോഗിച്ചോ? നമ്മൾ ബലം കൊടുത്തോ? ഇല്ല. നമ്മൾ മുകളിലേക്ക് എറിയാൻ വേണ്ടിയിട്ട് ബലം കൊടുത്തു, അല്ലെ. കല്ല് താഴത്തേക്ക് വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റിട്ടേൺ അടിച്ച് വരില്ലേ, അപ്പൊ അതിന് നമ്മൾ ബലം വല്ലതും കൊടുത്തോ? ഇല്ല. പിന്നെ എന്തുകൊണ്ടാണ് കല്ല് വന്നേ? ഭൂമിയുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൊണ്ടാണ്, അല്ലെ. ഇനി അടുത്ത പോയിന്റ് നോക്കാം. കല്ലിന് ത്വരണം ലഭിക്കാൻ ആവശ്യമായിട്ടുള്ള ബലം എവിടെ നിന്ന് ലഭിച്ചു? എവിടെ നിന്നാണ് കിട്ടിയിട്ടുള്ള ത്വരണം എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ, അല്ലെ. അപ്പൊ ആക്സിലറേഷൻ ചെയ്യണമെങ്കിൽ അവിടെ എന്ത് വേണം? ഒരു ഫോഴ്സ് വേണം. ആ ഒരു ഫോഴ്സ് എവിടെ നിന്നാണ് കിട്ടിയിട്ടില്ലേ? നമ്മുടെ ഭൂമിയുടെ ഫോഴ്സ് ആണ്, അല്ലെ. ഭൂമിയുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. ഓക്കെ, ഇതെല്ലാം കിട്ടിയല്ലോ. ഇനി നമുക്ക് ഈ കൊടുത്തിട്ടുള്ള ബോക്സ് ജസ്റ്റ് നോക്കാം. ഭൂമിയിലുള്ള വസ്തുക്കളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ നില നിവർന്നതോ തല കീഴായതോ എന്ന് തീരുമാനിക്കുന്നത് ഭൂഗുരുത്വ ബലത്തിന്റെ ദിശയെ അടിസ്ഥാനമാക്കിയാണ്. ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലത്തിന്റെ ദിശ എങ്ങോട്ടാണ്? ഭൂകേന്ദ്രത്തിലേക്കാണല്ലോ, അല്ലെ. ഭൂമിയുടെ സെന്ററിലേക്കാണ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലത്തിന്റെ ദിശ എങ്ങോട്ടാണ്? ഭൂകേന്ദ്രത്തിലേക്കാണ്, അതിന്റെ സെന്ററിലേക്കാണ്. അതുകൊണ്ടാണ് ഭൂഗുരുത്വ ബലത്തിന്റെ ദിശ താഴേക്ക് അനുഭവപ്പെടുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു, ആ ഫിഗറിനകത്ത് 3 ആൾക്കാർ നിന്നു. എല്ലാവരിലും ഭൂമി എക്സേർട്ട് ചെയ്തിട്ടുള്ള ഫോഴ്സ് എങ്ങനെയാ? താഴത്തേക്കാണ്, അല്ലെ. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇത് താഴത്തേക്കാണ്, ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇത് താഴത്തേക്കാണ്, ഇങ്ങനെ നോക്കുകയാണെങ്കിലും ഇത് താഴത്തേക്കാണ്. അതാണ് പറഞ്ഞിട്ടുള്ളത്, സെന്ററിലേക്കാണ് ഫോഴ്സ് എക്സേർട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. അതുകൊണ്ടാണ് ഭൂഗുരുത്വ ബലത്തിന്റെ ദിശ താഴേക്ക് നമ്മൾ അനുഭവപ്പെടുന്നത്. ഭൂഗുരുത്വാകർഷണ ബലം ഒരു സദിശ അളവാണ്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ എർത്തിന്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് സദിശ അളവാണ്. സദിശ എന്ന് പറഞ്ഞാൽ വെക്റ്റർ ആണ്. ദിശ ഉണ്ട് എന്ന് ആലോചിക്കുക. സദിശ, ദിശ ഉണ്ട് എന്ന് ആലോചിക്കുക കേട്ടോ. അപ്പൊ വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. വെക്റ്റർ എന്ന് പറഞ്ഞാൽ എന്താ? അതിനകത്ത് ഒരു അളവും ഉണ്ട്, അതേപോലെ തന്നെ ഡയറക്ഷനും ഉണ്ട്. ഇതിനെയാണ് നമ്മൾ സദിശ എന്ന് പറയുന്നത്.
അപ്പൊ നമുക്കറിയാം ഭൂമി എല്ലാത്തിനെയും അതിന്റെ സെന്ററിലേക്ക് അട്രാക്ട് ചെയ്യാണ്. അപ്പൊ അവിടെ ഒരു ഡയറക്ഷൻ വരുന്നുണ്ടല്ലോ, സെന്ററിലേക്കാണ്, ഒരു ഡയറക്ഷൻ ഉണ്ട്. ഭൂമിയിൽ എവിടെ നിന്നാലും നിവർന്നു നിൽക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നതിന്റെ കാരണം ഇപ്പൊ മനസ്സിലായല്ലോ. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ബാക്കിയുള്ളത് നോക്കാം. ഭൂമി എല്ലാ വസ്തുക്കളെയും അതിന്റെ കേന്ദ്രത്തിലേക്കാണ് ആകർഷിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞാണ് അല്ലെ. ഈ ആകർഷണ ബലമാണ് ഭൂഗുരുത്വാകർഷണ ബലം. മനസ്സിലായോ? ഭൂമി എല്ലാത്തിനെയും അതിന്റെ സെന്ററിലേക്ക് ആകർഷിക്കുന്നു. ഈ ഒരു ബലത്തെ, ഈ ഒരു ആകർഷണ ബലത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എർത്തിന്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അല്ലെങ്കിൽ ഭൂഗുരുത്വാകർഷണ ബലം. എന്താണ്? ഭൂഗുരുത്വാകർഷണ ബലം. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് മാസിനെ കുറിച്ചാണ് കേട്ടോ. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മാസ് എന്ന് പറയുന്നത്. അതായത് ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന മാറ്ററിന്റെ, ദ്രവ്യത്തിന്റെ അളവാണ് മാസ്. ഇനി എന്താ പറഞ്ഞിട്ടുള്ള മാസ്? അപ്പൊ നമ്മുടെ PSCക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പോയിന്റ് ആണ് കേട്ടോ ഈ പറഞ്ഞിട്ടുള്ള മാസും വെയിറ്റും ഒക്കെ. അപ്പൊ വെയിറ്റ് എന്താന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ മനസ്സിലാക്കി വെക്കുക, ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവാണ് മാസ്. മാസ് കുറഞ്ഞ ഒരു കല്ലും മാസ് അല്പം കൂടിയ മറ്റൊരു കല്ലും എടുക്കും. ഇവയെ ഓരോന്നായിട്ട് സ്പ്രിംഗ് ബാലൻസിൽ തൂക്കിയിട്ട് നോക്കും. അപ്പൊ ആദ്യം മാസ് കുറഞ്ഞൊരു കല്ല് എടുത്തിട്ട് സ്പ്രിംഗ് ബാലൻസിൽ തൂക്കിയിട്ട് നോക്കുക. അപ്പൊ അതിനൊരു റീഡിംഗ് കാണുമല്ലോ. അതേപോലെ തന്നെ മാസ് കൂടിയിട്ടുള്ള മറ്റൊരു കല്ലും എടുത്തിട്ട് സ്പ്രിംഗ് ബാലൻസിൽ തൂക്കിയിട്ട് നോക്കുക. എന്താ ചോദിച്ചിട്ടില്ലേ? ഏത് കല്ല് തൂക്കിയിട്ടപ്പോഴാണ് റീഡിംഗ് കൂടുതൽ കാണിച്ചത് എന്ന് പറഞ്ഞേ. ഏത് കല്ല് തൂക്കിയിട്ടപ്പോഴായിരിക്കും റീഡിംഗ് കൂടുതൽ കാണിച്ചിട്ടുണ്ടാവുക? മാസ് കൂടിയിട്ടുള്ള കല്ല് തൂക്കിയിട്ടപ്പോഴായിരിക്കും കൂടുതൽ റീഡിംഗ് കാണിച്ചിട്ടുണ്ടാവുക. ഏത് കല്ലിലാണ് ഭൂമിയുടെ ആകർഷണ ബലം കൂടുതൽ അനുഭവപ്പെട്ടത്? ഏത് കല്ലിലായിരിക്കും? മാസ് കൂടിയിട്ടുള്ള കല്ല് അല്ലെ. കാരണം മാസ് കൂടിയിട്ടുള്ള കല്ല് തൂക്കിയിട്ടപ്പോഴാണ് കൂടുതൽ റീഡിംഗ് കാണിച്ചത്. അപ്പൊ ഏത് കല്ലിലാണ് ഭൂമിയുടെ ആകർഷണ ബലം കൂടുതൽ അനുഭവപ്പെട്ടുണ്ടാവുക? മാസ് കൂടിയിട്ടുള്ള കല്ലിലാണ്. നിരീക്ഷണങ്ങളിൽ നിന്നും ഭൂമിയും വസ്തുവും തമ്മിലുള്ള പരസ്പര ആകർഷണത്തെ സ്വാധീനിക്കുന്നതായിട്ട് കണ്ടെത്തിയിട്ടുള്ള ഘടകങ്ങൾ ഏതൊക്കെയാണ്? അപ്പോൾ ഇനി നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കാര്യത്തിൽ കയറണം കേട്ടോ. ഇനി നോക്കിയാൽ നിങ്ങൾ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് ഗുരുത്വാകർഷണ ബലം വസ്തുവിന്റെ മാസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലായല്ലോ. നോക്കിയാണല്ലോ, വസ്തുവിന്റെ മാസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. എന്ത്? ഗുരുത്വാകർഷണ ബലം. ഇനി വസ്തുക്കൾ തമ്മിലുള്ള അകലമാണ് ഗുരുത്വാകർഷണ ബലത്തെ സ്വാധീനിക്കുന്ന മറ്റൊരു ഘടകം. അപ്പൊ ഗുരുത്വാകർഷണ ബലത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാ? ഒന്ന് മാസ്, ഒന്ന് ഡിസ്റ്റൻസ്. ആ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാല് വസ്തുക്കൾ തമ്മിലുള്ള അകലം, അതും ഈ പറഞ്ഞിട്ടുള്ള ഗുരുത്വാകർഷണ ബലത്തെ സ്വാധീനിക്കുന്നു. അപ്പൊ ഈ പോയിന്റ്സുകൾ നോട്ട് ചെയ്ത് വെക്കുക. ഇത് നമ്മുടെ പ്രസ്താവന തരത്തിലുള്ള ചോദ്യങ്ങളായിട്ട് വേണമെങ്കിൽ ചോദിക്കാം. വേണമെങ്കിൽ ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവാണ് മാസ്. സ്റ്റേറ്റ്മെന്റ് 1. അടുത്ത സ്റ്റേറ്റ്മെന്റ്, ഗുരുത്വാകർഷണ ബലം വസ്തുവിന്റെ മാസിനെ ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്ത പോയിന്റ് എന്താ? ഗുരുത്വാകർഷണ ബലം വസ്തുക്കൾ തമ്മിലുള്ള അകലത്തെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വേണമെങ്കിൽ പ്രസ്താവനത്തിലുള്ള ചോദ്യങ്ങൾ വരാം. 1 ശരി, 2 സെറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ. ഇനി അപ്പൊ ഈ ഒരു പോയിന്റ് ഞാൻ കുറച്ചും കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം കേട്ടോ. നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് വരുമ്പോൾ ഈ ഒരു പോയിന്റ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. വസ്തുക്കൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കേട്ടോ. ഈ ഘടകങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു നിയമം ആവിഷ്കരിച്ചത് സർ ഐസക് ന്യൂട്ടൺ ആണ്. ഇനി നോക്കിയേ, ടൈക്കോ ബ്രാഹെ, കെപ്ലർ, ഗലീലിയോ തുടങ്ങിയവരുടെ നിരീക്ഷണ ഫലങ്ങൾ അവലംബിച്ചാണ് ഐസക് ന്യൂട്ടൺ ഗുരുത്വാകർഷണ നിയമം മുന്നോട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി അടുത്ത് നമുക്ക് ന്യൂട്ടന്റെ സാർവിക ഗുരുത്വാകർഷണ നിയമം എന്താണെന്നുള്ളത് നോക്കാം. അതായത് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം കേട്ടോ. അപ്പൊ ഞാനൊരു എക്സാമ്പിൾ വെച്ചിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പൊ 2 കല്ല് ഞാൻ എടുക്കുകയാണ്. ഒരു വലിയ കല്ലുണ്ട്, ഒരു ചെറിയ കല്ലുണ്ട്. ഈ 2 കല്ലിലെ ഒരു കല്ലിന്റെ മാസ് എന്ന് പറയുന്നത് m1 ആണ്, അടുത്ത കല്ലിന്റെ മാസ് എന്ന് പറയുന്നത് m2 ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇവർ തമ്മിലുള്ള ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് d ആണെന്ന് വിചാരിക്കുക. അപ്പൊ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഈ വലിയ കല്ലിന്റെ സെന്റർ മുതൽ അടുത്ത ചെറിയ കല്ലിന്റെ സെന്റർ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് d എന്ന് പറയുന്നത്. ഇനി ഈ ന്യൂട്ടൺ പറയുന്നത് പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും തമ്മിൽ ഒരു ആകർഷണ ബലം ഉണ്ടെന്നാണ് പറയുന്നത്. എല്ലാ വസ്തുക്കളും തമ്മിലൊരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തുണ്ട്? ആകർഷണ ബലം. റിപ്പൽഷനെ കുറിച്ച് പറഞ്ഞിട്ടില്ല കേട്ടോ, ആകർഷണ ബലത്തെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഉണ്ടല്ലോ, ഇപ്പൊ ഈ 2 കല്ലുകൾ തമ്മിൽ ആകർഷണ ബലം ഉണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചോ ഈ കല്ലുകൾ തമ്മിൽ അടുത്ത് വരണ്ടേ? അല്ല, ആകർഷണ ബലം ഉണ്ടെങ്കിൽ അടുത്ത് വരണ്ടേ? അപ്പൊ എന്തുകൊണ്ടാണ് ഈ കല്ലുകൾ അടുത്ത് വരാത്തെ? അതിന്റെ റീസൺ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ അതാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ശ്രദ്ധിക്കാം. പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും പരസ്പരം ആകർഷിക്കുന്നു. 2 വസ്തുക്കൾ തമ്മിലുള്ള പരസ്പര ആകർഷണ ബലം എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? അതാണ് ഇമ്പോർട്ടന്റ്. എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആകർഷണ ബലം? ആ ഫോഴ്സ് എന്ന് പറയുന്നത് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? അവയുടെ മാസ് ഏതൊക്കെയാ? ആദ്യത്തെ മാസ് എന്ന് പറയുന്നത് m1, അടുത്തന്റെ മാസ് m2. മാസുകളുടെ ഗുണനഫലനത്തിന്, ഗുണനഫലം എന്ന് പറഞ്ഞാൽ എന്താ? മൾട്ടിപ്ലൈ ചെയ്യുക അല്ലെ. അപ്പം m1 × m2 നേരനുപാതത്തിലായിരിക്കും. കണ്ടോ? നേരനുപാതം. അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള പരസ്പര ആകർഷണ ബലം അവയുടെ മാസുകളുടെ ഗുണനഫലനത്തിന് നേരനുപാതത്തിലായിരിക്കും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. നേരനുപാതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് കൂടുന്ന അനുസരിച്ചിട്ട് ഫോഴ്സും കൂടും, അല്ലെങ്കിൽ മാസ് കുറയുന്ന അനുസരിച്ചിട്ട് ഫോഴ്സും കുറയും എന്നുള്ളതാണ്. ഒരേപോലെ. അതിനെയാണ് നമ്മൾ നേരനുപാതം എന്ന് പറയുന്നത്. അപ്പൊ അത് ഓക്കെയാണല്ലോ. ഇത് കിട്ടിയല്ലോ. ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്? അവ തമ്മിലുള്ള അകലത്തിന്റെ, അതായത് ഈ 2 കല്ലുകൾ തമ്മിലുള്ള അകലത്തിന്റെ, ഡിസ്റ്റൻസിന്റെ വർഗത്തിന് വിപരീത അനുപാതത്തിലായിരിക്കും. വിപരീത അനുപാതം എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അതായത് ഇപ്പൊ ഈ 2 കല്ലുണ്ടല്ലോ,
ഈ രണ്ട് കല്ല് തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടണ അനുസരിച്ചിട്ട്. ഓക്കെ, ഇപ്പൊ ഈ ഒരു കല്ലിനെ ഞാൻ ഇവിടുന്ന് മാറ്റിയിട്ട് ഇവിടെ കൊണ്ടുവച്ചു എന്ന് വിചാരിച്ചോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് കല്ലുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടിയില്ലേ. അപ്പൊ ഡിസ്റ്റൻസ് കൂടുന്ന അനുസരിച്ചിട്ട് എങ്ങനെയായിരിക്കും ആ ഫോഴ്സിന് എങ്ങനെയായിരിക്കും അട്രാക്റ്റീവ് ഫോഴ്സ്, പരസ്പരാകർഷണ ബലത്തിന് എന്ത് സംഭവിക്കും? അത് കുറയും അല്ലെ, ഡിസ്റ്റൻസ് കൂടുന്ന അനുസരിച്ചിട്ട് കുറയും. അത്രേ ഇവിടെ പറഞ്ഞുള്ളൂ. പക്ഷെ ഒരു കാര്യം നമ്മൾ ഓർത്ത് വെക്കണം, ഈ പറഞ്ഞിട്ടുള്ള അവ തമ്മിലുള്ള അകലത്തിന്റെ വർഗത്തിന് വിപരീത അനുപാതത്തിലായിരിക്കും. അപ്പം ഡിസ്റ്റൻസിന്റെ സ്ക്വയറിന് വിപരീത അനുപാതത്തിലായിരിക്കും എന്നാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ എങ്ങനെ എഴുതും? എഫ് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഡി സ്ക്വയർ എന്ന് പറഞ്ഞു കൊടുത്തു. ഡിസ്റ്റൻസിന്റെ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ അപ്പൊ വിപരീത അനുപാതം എന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഡിസ്റ്റൻസ് കൂടുന്ന അനുസരിച്ചിട്ട് ഇത് കുറയും. നേരെ ഓപ്പോസിറ്റ്, അതാണ് വിപരീത അനുപാതം. മനസ്സിലായോ? ഈ രണ്ട് ഇക്വേഷൻ നമുക്ക് കിട്ടിയല്ലോ. ഇനി ഈ രണ്ട് ഇക്വേഷൻ കൂടി ക്ലബ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ എഴുതാം നോക്കിയേ. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ട് എങ്ങനെ എഫ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു M1 M2, പിന്നെ താഴെയല്ലേ, അപ്പൊ നമ്മൾ ബൈ ഡി സ്ക്വയർ എന്ന് പറഞ്ഞു കൊടുക്കാം. അപ്പൊ നമുക്ക് ഇത്രയും കിട്ടി കേട്ടോ. ഇനി എന്ത് ചെയ്യണം? ഈ പറഞ്ഞാൽ ഈ സാധനം നമുക്ക് എടുത്തങ്ങ് മാറ്റാം. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഈക്വൽ ഇടുക, എന്നിട്ട് ഒരു കോൺസ്റ്റന്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ ഈ പ്രൊപ്പോർഷണാലിറ്റി സിമ്പിൾ മാറ്റാൻ വേണ്ടിയിട്ട് ഒരു ഈക്വലും കൊടുക്കും, അതുപോലെ തന്നെ ഒരു കോൺസ്റ്റന്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും. ഈ കോൺസ്റ്റന്റ് ആണ് നമ്മുടെ ജി എന്ന് പറയുന്നത്. അപ്പൊ ജി എന്ന് പറയുന്നത് എന്താ? ഗുരുത്വാകർഷണ സ്ഥിരാങ്കമാണ്, ഒരു കോൺസ്റ്റന്റ് ആണ് കേട്ടോ. യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ആണ് ഈ പറഞ്ഞിട്ടുള്ള ജി. ജിയുടെ മൂല്യം പഠിച്ചു വെച്ചേക്കുക. 6.67 × 10⁻⁻11 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ ബൈ kg². ശ്രദ്ധിക്കുക, 10⁻⁻11. 10⁻⁻11 എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അതിന്റെ വാല്യൂ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്നത്. 6.67 ബൈ അടിയിൽ 10 10 വരും അല്ലെ, 11 10 വരും. അപ്പൊ 11 10 ആണെങ്കിൽ എങ്ങനെയായിരിക്കും നമ്മുടെ വാല്യൂ കിട്ടുന്നത്? വളരെ 0.000 എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ അല്ലേ നമുക്ക് കിട്ടുക ഈ ജിയുടെ വാല്യൂ. അപ്പൊ അങ്ങനെയുള്ള അത്രയും മൈന്യൂട്ട് വാല്യൂ ആയിട്ടുള്ള ജി ഇവിടെ വന്നു കഴിയുമ്പോൾ ആ ഫോഴ്സ് എങ്ങനെയായിരിക്കും? തീരെ കുഞ്ഞു ഫോഴ്സ് ആയിരിക്കും അല്ലെ. അങ്ങനെയുള്ള തീരെ ചെറിയ ഫോഴ്സ് ആണെങ്കിൽ ഈ തമ്മിലുള്ള നമ്മൾ ആദ്യം പറഞ്ഞുള്ള രണ്ട് കല്ലുകൾ തമ്മിൽ അടുത്തേക്ക് വരുമോ? കാരണം അത്രയും ചെറിയ ഫോഴ്സാ അല്ലെ, അത്രയും വീക്ക് ആയിട്ടുള്ള ഫോഴ്സാ. അപ്പൊ അതുകൊണ്ടാണ് ഈ പറഞ്ഞുള്ള രണ്ട് കല്ലുകൾ അടുത്തേക്ക് വരാത്തത്. അതിന്റെ റീസൺ മനസ്സിലായല്ലോ, അത്രയും വീക്ക് ആയിട്ടുള്ള ഫോഴ്സ് കൊണ്ടാണ് കേട്ടോ. അപ്പൊ ജിയുടെ വാല്യൂ നിങ്ങൾ ആരും മറക്കണ്ട. എത്രയാണ് ജിയുടെ വാല്യൂ? 6.67 × 10⁻⁻11 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ ബൈ kg² ആണ്. ഇനി ഹെൻറി കാവൻഡിഷ് എന്ന ശാസ്ത്രജ്ഞനാണ് ആദ്യമായിട്ട് ജിയുടെ മൂല്യം പരീക്ഷണത്തിലൂടെ നിർണ്ണയിച്ചത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഹെൻറി കാവൻഡിഷ് ആണ് ഈ ജിയുടെ, ഈ ക്യാപിറ്റൽ ജിയുടെ കേട്ടോ, ക്യാപിറ്റൽ ജി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. ആ കോൺസ്റ്റന്റ് വാല്യൂ ആണ് 6.67 × 10⁻⁻11 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ ബൈ kg². അപ്പൊ അത് ആദ്യമായിട്ട് പരീക്ഷണത്തിലൂടെ നിർണ്ണയിച്ചിട്ടുള്ളത് ആരാണ്? ഹെൻറി കാവൻഡിഷ്. ആരാണ്? കാവൻഡിഷ്. അപ്പൊ ജി പോലെ തന്നെ സി ആലോചിക്കാം. ഈ സി ചെറുതായിട്ടൊന്ന് രൂപമാറ്റം വന്നു കഴിഞ്ഞാൽ നമുക്ക് ജി പോലെ ആക്കാലോ. അപ്പൊ ഹെൻറി കാവൻഡിഷ് ആണ് ഈ ജിക്ക് ഈ പരീക്ഷണത്തിലൂടെ അതിന്റെ വാല്യൂ നിർണ്ണയിച്ചത്, അല്ലാണ്ട് ഐസക് ന്യൂട്ടൺ അല്ല. മാറിപ്പോരുത് കേട്ടോ. ഇനി സർ ഐസക് ന്യൂട്ടനെ കുറിച്ച് കൊടുത്തിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സുകൾ നമുക്ക് നോക്കാം കേട്ടോ. പ്രിൻസിപ്പിയ മാത്തമാറ്റിക് എന്ന പേരിൽ അദ്ദേഹം രചിച്ചിട്ടുള്ള ഗ്രന്ഥം ബലതന്ത്രത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥമാക്കി കണക്കാക്കപ്പെടുന്നു. വളരെ ഇമ്പോർട്ടന്റ് ആണ്. PSC മുമ്പ് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു കേട്ടോ, പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക. അതേപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സുകളാട്ടോ ഞാൻ പറഞ്ഞു പോകുന്നത്. ബാക്കിയൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചാൽ കിട്ടും. കാൽക്കുലസ് എന്ന ഗണിതശാസ്ത്ര ശാഖ രൂപകൽപ്പന ചെയ്ത് അദ്ദേഹമാണ്. കാൽക്കുലസ് അതൊന്ന് പഠിച്ചു വെച്ചേക്കാം കേട്ടോ. ഈ അടുത്ത ഇമ്പോർട്ടന്റ് പോയിന്റ്, 2005 റോയൽ സൊസൈറ്റി നടത്തിയ അഭിപ്രായ സർവേയിൽ നൂറ്റാണ്ടിലെ ഏറ്റവും സ്വാധീന ശക്തിയുള്ള ശാസ്ത്രകാരനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് സർ ഐസക് ന്യൂട്ടൺ ആണ് കേട്ടോ. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഇദ്ദേഹത്തോടുള്ള ആദര സൂചകമായാണ് ബലത്തിന്റെ യൂണിറ്റ് ആയിട്ട് ന്യൂട്ടൺ എന്ന് നമ്മൾ പേര് നൽകിയിട്ടുള്ളത് കേട്ടോ. അപ്പം ഇദ്ദേഹത്തിന്റെ ആദര സൂചകമായിട്ടാണ് ബലത്തിന്റെ യൂണിറ്റിന് ന്യൂട്ടൺ എന്ന് പേര് നൽകിയിട്ടുള്ളത്. അതും കൂടെ ഓർത്ത് വെക്കാം. ഓക്കെ, അടുത്ത് നമ്മൾ PSCക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത് കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. പരസ്പരം ആകർഷിക്കുന്ന ഒരു നിശ്ചിത അകലത്തിലുള്ള രണ്ട് വസ്തുക്കളിൽ ഒന്നിന്റെ മാസ് ഇരട്ടിയാക്കിയാൽ പരസ്പര ആകർഷണ ബലം എത്ര മടങ്ങാകും? അപ്പൊ നമുക്കറിയാവുന്ന ഇക്വേഷൻ ഒന്ന് പറഞ്ഞു തന്നെ. എഫ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു M1 M2 ബൈ r² ആണ് അല്ലെ. അപ്പൊ ഇതിനകത്ത് ഒന്നിന്റെ മാസ് ഇരട്ടിയാക്കി, ഒരെണ്ണത്തിന്റെ മാസ് ഇരട്ടിയാക്കി എന്ന് വിചാരിക്കുക. അപ്പൊ ഞാൻ ഒരെണ്ണത്തിന്റെ മാസ് ഇരട്ടിയാക്കുകയാണ് കേട്ടോ. ഇവിടെ 2 എന്ന് എഴുതി. ഈ M1 വരെ ഞാൻ എന്ത് എഴുതി? 2M1 എന്ന് എഴുതി. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഫോഴ്സിന് എന്താ പറ്റുക? ഇവിടെ നോക്കിയിട്ട് പറഞ്ഞേ. മാസ് കൂടുകയാണെങ്കിൽ ഫോഴ്സും കൂടും അല്ലെ. ഡിസ്റ്റൻസ് കൂടുകയാണെങ്കിൽ ഫോഴ്സ് ബലം കുറയും. കാരണം നമ്മൾ പറഞ്ഞു എന്താ, ആകർഷണ ബലം എന്ന് പറയുന്നത് വിപരീത അനുപാതത്തിലാണ്, ഡിസ്റ്റൻസ് ആയിട്ട് വിപരീത അനുപാതത്തിലാണ്. അപ്പൊ ഇവിടെ എന്താ പറ്റിയിട്ടില്ല? ഇവിടെ മാസ് ഡബിൾ ആയി. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് എന്താവും? ഫോഴ്സും ഡബിൾ ആവും, ഇരട്ടിയാവും. മനസ്സിലായോ? കിട്ടിയോ? ഇനി അടുത്ത ചോദ്യം നോക്കിയേ. രണ്ട് വസ്തുക്കളുടെയും മാസ് ഇരട്ടിയാക്കിയാലോ? ഇപ്പൊ രണ്ട് വസ്തുക്കളുടെയും, നമ്മൾ ഈ കേസിൽ ഒരു വസ്തുവിന്റെ മാസാണ് ഇരട്ടിയാക്കിയത്. ഇനി രണ്ടാമത്തെ വസ്തുവിന്റെയും മാസ് ഇരട്ടിയാക്കിയാൽ എന്ത് വ്യത്യാസമാണ് വരിക? അപ്പൊ നമുക്ക് ഇക്വേഷൻ എഴുതാം. ഫോഴ്സ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു
ഒരെണ്ണത്തിന്റെ മാസ് ഇരട്ടിയാക്കി. അപ്പൊ ഞാൻ 2m1 എന്ന് എഴുതി. അടുത്തതിന്റെയും മാസ് ഇരട്ടിയാക്കി. അപ്പൊ എങ്ങനെ എഴുതണം? 2m2 എന്ന് എഴുതി. ബൈ r² ആണ്. നോക്കിയിട്ട് പറഞ്ഞേ എന്തായിരിക്കും? ഇവിടെ 2 × 2 4 വരും അല്ലേ? അപ്പൊ 4m1 m2 ബൈ r². ഇതെന്ത് മനസ്സിലായി? ഫോഴ്സ് എത്രയാവും? 4 മടങ്ങാവും അല്ലേ? ഫോഴ്സ്, പുതിയ ഫോഴ്സ് എന്ന് പറയുന്നത് പഴയ ഫോഴ്സിന്റെ 4 മടങ്ങാവും എന്നുള്ളത് മനസ്സിലായി. അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കി വെക്കുക, ഈ മാസ് കൂടുന്ന അനുസരിച്ചിട്ട് ഫോഴ്സ് എന്തായാലും കൂടും എന്നുള്ളത് നമ്മുടെ മൈൻഡിൽ വേണം. അപ്പൊ വേണമെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, 4 മടങ്ങ് കൂടും അല്ലെങ്കിൽ കുറയും, അങ്ങനെയൊക്കെ വരും കേട്ടോ. അപ്പൊ നമുക്കൊരു ഐഡിയ വേണം ഇത് കൂടുമോ കുറയോ എന്നുള്ളതൊക്കെ കേട്ടോ. അപ്പൊ അത് കിട്ടിയല്ലോ. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. വസ്തുക്കൾ തമ്മിലുള്ള അകലം ഇരട്ടിയാക്കിയാലോ? അപ്പൊ ഇത്രയും നേരം നമ്മൾ പറഞ്ഞു മാസ് ഇരട്ടിയാക്കുന്ന. ആദ്യത്തെ കേസിൽ ഒരെണ്ണത്തിന്റെ മാസ് ഇരട്ടിയാക്കി, രണ്ടാമത്തെ കേസിൽ 2 മാസും ഇരട്ടിയാക്കി. ഇനി മൂന്നാമത്തെ കേസിൽ വസ്തുക്കൾ തമ്മിലുള്ള അകലം ഇരട്ടിയാക്കിയാൽ. അപ്പൊ ഞാൻ ഇക്വേഷൻ എഴുതാണ്. എഫ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു m1 m2 ബൈ r². ഇതാണ് നമ്മുടെ ഒറിജിനൽ ഇക്വേഷൻ. ഇനി ഈ പറഞ്ഞിട്ടുള്ള അകലം, ഈ r എന്ന് പറയണ ഇരട്ടിയാക്കി. അപ്പൊ എന്ത് പറ്റും? അപ്പൊ ഞാൻ r എന്നാണോ കൊടുക്കുക? അല്ല, 2r എന്ന് എഴുതി കേട്ടോ. 2r ദി ഹോൾ സ്ക്വയർ എന്ന് എഴുതി. ഇനി നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ 2നും ബാധകമാണ്, r-നും ബാധകമാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ എങ്ങനെ എഴുതും? m1 m2 ബൈ 4r² എന്ന് പറഞ്ഞു കൊടുക്കും. ഓക്കെ, ഇതാണ് എൻ്റെ പുതിയ ഫോഴ്സ് കേട്ടോ. ഇനി m1 m2 ബൈ r² എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താ? നമ്മുടെ പണ്ടത്തെ ഫോഴ്സ് ആണ് അല്ലേ? m1 m2 ബൈ r². അപ്പൊ ആ ഫോഴ്സ് ബൈ 4 ആയിരിക്കും എന്ത്? നമ്മുടെ പുതിയ ഫോഴ്സ് എന്ന് പറയുന്നത്. പുതിയ ഫോഴ്സ് എത്രയാണ്? പഴയ ഫോഴ്സ് ബൈ 4 ആയിരിക്കും, അല്ലെങ്കിൽ 1/4 ഓഫ് ദി ഒറിജിനൽ ഫോഴ്സ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വസ്തുക്കൾ തമ്മിലുള്ള അകലം പകുതിയാക്കിയാലോ? അപ്പോൾ ഡിസ്റ്റൻസ് പകുതിയാക്കിയാൽ എന്താ പറ്റുക? നമ്മുടെ ഒറിജിനൽ ഇക്വേഷൻ എഴുതാണ്. ഫോഴ്സ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു m1 m2 ബൈ r² എന്ന് പറഞ്ഞ് എഴുതി അല്ലേ? ഇനി അകലം പകുതിയാക്കാൽ എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ഈ r എന്ന് പറയുന്നത് അതിന്റെ പകുതിയായിട്ട് വരും അല്ലേ? അപ്പൊ ഞാൻ ഇവിടെ എഴുതാൻ പോണത് r/2 ആയിട്ട് വരും എന്ന് എഴുതാണ് കേട്ടോ. എഫ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു m1 m2 ബൈ എന്തെഴുതണം? r/2 ദി ഹോൾ സ്ക്വയർ ആയിട്ട് വരും അല്ലേ? ഇനി എന്താ വരിക? അപ്പം എഫ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു m1 m2 ബൈ 2നും സ്ക്വയർ ബാധകമാണ്. അപ്പൊ r² ബൈ 4 വരും അല്ലെ? ബൈ 4. ആ ബൈ 4 മുകളിലേക്ക് വരുമ്പോൾ എന്ത് വരും? 4m1 m2 ബൈ r² എന്ന് പറഞ്ഞു വരും. അതായത് ഫോഴ്സിന് എന്താ പറ്റുക? ഫോഴ്സ് 4 ഇരട്ടിയാവും. മനസ്സിലായോ? 4 ഇരട്ടിയാവും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ആ ഡിസ്റ്റൻസ് എന്നുള്ളത് r എന്നുള്ളത് കുറഞ്ഞു. r കുറഞ്ഞു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഇത് കൂടും എന്നല്ലേ? അപ്പൊ ഫോഴ്സ് 4 ഇരട്ടിയാവും. അപ്പൊ ഇത് ഹോൾ സ്ക്വയർ ചെയ്യുമ്പോൾ ഇതും കൂടെ സ്ക്വയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അല്ലെങ്കിൽ എന്ത് പറ്റുന്ന വെച്ചാൽ 2 ഇരട്ടിയാവും എന്നുള്ള രീതിയിൽ നിങ്ങൾ ആൻസർ പറയും. അപ്പൊ ശ്രദ്ധിച്ച് ചെയ്യാം കേട്ടോ. ഇനി അടുത്ത് നോക്കാം. വസ്തുക്കൾ തമ്മിലുള്ള അകലം 4ൽ 1 ആക്കിയാലോ? 4ൽ 1 എന്ന് പറഞ്ഞാൽ എന്താ? 4ൽ 1 1/4 അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ഇക്വേഷൻ എഴുതാം. എഫ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു m1 m2 ബൈ r². ഇതാണ് നമ്മുടെ ഒറിജിനൽ ഇക്വേഷൻ. ഇനി ഈ പറഞ്ഞിട്ടുള്ള ഡിസ്റ്റൻസ് എന്തായി? 4ൽ 1 ആയി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്തായിരിക്കും വരിക? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു m1 m2 ബൈ r/4 വരും അല്ലേ? 4ൽ 1 എന്ന് പറഞ്ഞാൽ r/4 ആണ്. ദ ഹോൾ സ്ക്വയർ വരും. അപ്പൊ എത്ര വരും? m1 m2 ബൈ r². 4² വരും. 4² എന്ന് പറയുമ്പോൾ 16 ആ. അത് എവിടേക്ക് പോകും? അത് ഫ്രണ്ടിലേക്ക് പോകും അല്ല, മുകളിലേക്ക് പോകും അല്ലേ? അപ്പൊ 16m1 m2 ബൈ 16m1 m2 ബൈ r² എന്ന് പറഞ്ഞു വരും. അതായത് 16 മടങ്ങാവും. ഫോഴ്സ് എന്താവും? 16 മടങ്ങാവും. കിട്ടുന്നുണ്ടോ ആൻസർ? അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് കെപ്ലറിന്റെ നിയമങ്ങളാണ്. അപ്പൊ കെപ്ലറിന്റെ ആദ്യത്തെ നിയമം നമുക്ക് നോക്കാം. ഒന്നാം നിയമം എന്താ പറഞ്ഞിട്ടുള്ളത്? സൂര്യൻ കേന്ദ്രമാക്കി ഗ്രഹങ്ങൾ ദീർഘവൃത്താകൃതിയിലുള്ള ഭ്രമണപഥത്തിലൂടെ സഞ്ചരിക്കുന്നു. അപ്പൊ ഇവിടെ നോക്കിയേ, ഇതൊരു എലിപ്സ് ആണ് അല്ലെ? ഈ എലിപ്സ് എന്ന് പറഞ്ഞാൽ എന്താ? അതിന് 2 സെന്റേഴ്സ് ഉണ്ടാവും. അപ്പൊ അതിനകത്ത് ഒരു സെന്ററിലാണ് നമ്മുടെ സൂര്യൻ ഇരിക്കുന്നത്. ഈ സൂര്യന് ചുറ്റും ഗ്രഹങ്ങൾ എന്താ ചെയ്യുന്നത്? ഗ്രഹങ്ങൾ ഭ്രമണപഥത്തിലൂടെ സഞ്ചരിക്കുകയാണ്. എങ്ങനെ സഞ്ചരിക്കുന്നത്? ദീർഘവൃത്താകൃതിയിലുള്ള ഭ്രമണപഥത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത്. എലിപ്റ്റിക്കൽ പാത്തിലാണ് സഞ്ചരിക്കുന്നത്. ഇതാണ് നമ്മുടെ കെപ്ലറിന്റെ ഒന്നാം നിയമം പറയുന്നത്. അപ്പൊ നമ്മൾ കെപ്ലേഴ്സിന്റെ ലോ എന്ന് അറിഞ്ഞിരിക്കണം. കാരണം പ്രസ്താവന തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ വരാട്ടോ, അപ്പൊ അറിഞ്ഞിരിക്കാം. ഇനി രണ്ടാം നിയമം എന്താ പറയുന്നത്? ശ്രദ്ധിച്ചു കേൾക്കുക. അതായത് A മുതൽ B വരെ സഞ്ചരിക്കാൻ എടുക്കുന്ന ഒരു സമയം ഉണ്ടല്ലോ, ഇവിടെ മുതൽ ഇവിടം വരെ സഞ്ചരിക്കാൻ എടുക്കുന്ന സമയം തന്നെയാണ് C മുതൽ D വരെ സഞ്ചരിക്കാൻ എടുക്കുന്ന സമയം എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഏരിയയും, അതായത് DOCയുടെ ഏരിയയും അതേപോലെ തന്നെ BOAയുടെ ഏരിയയും ഈക്വൽ ആയിരിക്കും എന്നുള്ളതാണ് കെപ്ലറിന്റെ രണ്ടാം നിയമത്തിൽ പറയുന്നത്. നമുക്കൊന്ന് വായിക്കാം. ഗ്രഹങ്ങളിലേക്ക് സൂര്യനിൽ നിന്നുള്ള ആരം തുല്യ സമയങ്ങളിൽ തുല്യ പരപ്പളവ് കടന്നു പോകുന്നു. അതായത് A മുതൽ B വരെ സഞ്ചരിക്കാൻ എടുക്കുന്ന സമയവും C മുതൽ D വരെ സഞ്ചരിക്കാൻ എടുക്കുന്ന സമയവും തുല്യമാണെങ്കിൽ
കെപ്ലറിന്റെ രണ്ടാം നിയമപ്രകാരം ഒ എ ബിയും ഒ സി ഡിയും എന്നീ ഭാഗങ്ങളുടെ പരപ്പളവുകൾ തുല്യമായിരിക്കും എന്നുള്ളതാണ് കെപ്ലറിന്റെ രണ്ടാം നിയമം. മനസ്സിലായല്ലോ? അപ്പൊ ആദ്യത്തെ നിയമത്തിൽ എന്താ പറയുന്നത്? സൺ സെന്റർ ആയിട്ട് ഗ്രഹങ്ങൾ എലിപ്റ്റിക്കൽ പാത്തിലാണ് ഭ്രമണപഥത്തിലൂടെ സഞ്ചരിക്കുന്നത്. രണ്ടാം നിയമത്തിൽ പറയുന്നത് ഇത് രണ്ടും ഈക്വൽ ടൈമാണ് എടുക്കുന്നതെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള രണ്ട് ഏരിയാസും ഈക്വൽ ആയിരിക്കും എന്നുള്ളതാണ് രണ്ടാം നിയമത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി കെപ്ലറിന്റെ മൂന്നാം നിയമത്തിൽ എന്താ പറഞ്ഞിട്ടുള്ളതെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ അതിനു മുമ്പ് നമുക്ക് രണ്ട് ആൾക്കാരെ പരിചയപ്പെടണം. ആറും ഉണ്ട്, ടി ഉണ്ട്. ഈ ആർ എന്ന് പറഞ്ഞാൽ എന്താ? ദേ ഇവിടെ നിങ്ങൾ ഈ ഫിഗർ നോക്കിയിട്ട് പറഞ്ഞേ, ഈ എലിപ്സിനകത്തുള്ള റേഡിയസ് അല്ലെങ്കിൽ ആരം എന്ന് പറയുന്ന എല്ലാം സെയിം ആണോ? അല്ല, എല്ലാം വ്യത്യാസമുണ്ട് അല്ലെ? ഒ സി എന്ന് പറയുന്നത് ഒ ഡിനേക്കാളും കുറച്ചും കൂടെ വലുതാണ്. ഒ ബി എന്ന് പറയുന്ന ഒ സിനേക്കാളും കുറച്ചും കൂടെ വലുതാണ്. അപ്പൊ നമുക്കറിയാം എലിപ്സിന്റെ കേസിലാണെങ്കിൽ ആരം ഡിഫറെന്റ് ആണ്. സർക്കിളിന്റെ കേസ് ആണെങ്കിൽ ആരം സെയിം ആണ്, റേഡിയസ് സെയിം ആണ് അല്ലെ? അപ്പൊ ഈ ആർ എന്ന് പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരാശരി ദൂരത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആറ് വെച്ചിട്ട് ഡിനോട്ട് ചെയ്യുന്നത്. അതായത് ഇതിനകത്തുള്ള എല്ലാ ദൂരത്തിന്റെയും ശരാശരി, അതാണ് നമ്മുടെ ആർ എന്ന് പറയുന്നത്. ഇനി ടി എന്ന് പറയുന്നത് എന്താ? ഗ്രഹങ്ങളുടെ പരിക്രമണ സമയമാണ് ടി എന്ന് പറയുന്നത്. മനസ്സിലായോ? ഗ്രഹങ്ങളുടെ പരിക്രമണ സമയത്തെയാണ് നമ്മൾ ടി എന്ന് പറയുന്നത്. ഈ കെപ്ലറിന്റെ മൂന്നാം നിയമപ്രകാരം r³/t² എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും എന്നുള്ളതാണ് കെപ്ലർ പറഞ്ഞിട്ടുള്ളത്. എന്താ പറഞ്ഞിട്ടുള്ളത്? r³/t² ഒരു കോൺസ്റ്റന്റ്, ഒരു സ്ഥിരസംഖ്യ എന്നുള്ളതാണ് കെപ്ലർ പറഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഈ r³ എന്ന് പറയുന്നത് t² നേർ അനുപാതത്തിലായിരിക്കും എന്നുള്ളതാണ് കെപ്ലറിന്റെ മൂന്നാം നിയമപ്രകാരം പറയുന്നത്. അപ്പൊ ഇവിടെ തന്നെ ഉണ്ടല്ലോ, നമുക്ക് കുറച്ച് ആൾക്കാരെയും കൂടെ ഒന്ന് പരിചയപ്പെടണം. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ്. F is equal to mv²/r. ഇതെന്താ സാധനം? F is equal to mv²/r. ഇതിനെയാണ് നമ്മൾ അഭികേന്ദ്ര ബലം എന്ന് പറയുന്നത്. അഭികേന്ദ്ര ബലം എന്താ? അഭികേന്ദ്ര ബലം സെൻട്രിപെറ്റൽ ഫോഴ്സ്. അതായത് ഒരു ബോഡി സർക്കുലർ മോഷനിൽ നീങ്ങുമ്പോൾ അത് അനുഭവപ്പെടുന്ന രണ്ട് ബലങ്ങളുണ്ട്. ഏതൊക്കെയാ? ഒന്ന് അഭികേന്ദ്ര ബലം നമ്മൾ പറയും, അതാണ് സെൻട്രിപെറ്റൽ ഫോഴ്സ്. അതുപോലെ തന്നെ അപകേന്ദ്ര ബലം എന്ന് പറയും, അതാണ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. അഭികേന്ദ്ര ബലം എന്ന് പറയുന്ന അകത്തേക്കുള്ള ഫോഴ്സ് ആണ്, ഇൻവേർട്ട് ഫോഴ്സ് ആണ്. നമ്മുടെ അഭി ഫ്രണ്ടിനൊക്കെ ഒന്ന് ഓർത്താൽ മതി അല്ലെ? എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവും. അപ്പൊ അഭികേന്ദ്ര ബലം എന്ന് പറഞ്ഞാൽ അകത്തേക്കുള്ള ഫോഴ്സ് ആണ്. ആ ഫോഴ്സിന്റെ ഇക്വേഷൻ ആണ് F is equal to mv²/r എന്ന് പറയുന്നത്. ഇതിനകത്ത് v എന്ന് പറഞ്ഞാൽ എന്താ? പ്രവേഗമാണ് അല്ലെ? r എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ ആരമാണ്. m എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ മാസാണ്. ഓക്കെ, അപ്പൊ ഇത്രയും ഓക്കെ ആണല്ലോ. അപ്പൊ നിങ്ങൾ ഈ സെൻട്രിപെറ്റൽ ഫോഴ്സ്, അതായത് അഭികേന്ദ്ര ബലത്തിന്റെ ഇക്വേഷൻ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. F is equal to mv²/r എന്ന് പറയുന്നത് അത് അകത്തേക്കുള്ള ബലമാണ് അല്ലെ? പിന്നെ ഇവിടെ നമുക്ക് കുറച്ച് ഡെറിവേഷൻസ് വരുന്നുണ്ട്. നമുക്കപ്പോൾ അതിനകത്തോട്ട് പോകേണ്ട ആവശ്യമില്ല. ഇതിന്റെ ഫൈനൽ ഇക്വേഷൻ നോക്കുക. ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ള? ഈ പറഞ്ഞിട്ടുള്ള ഫോഴ്സും ഡിസ്റ്റൻസും വിപരീത അനുപാതത്തിലാണെന്നുള്ളതാണ് കെപ്ലറിന്റെ മൂന്നാമത്തെ ലോയിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ പറഞ്ഞിരുന്നതാണ് സർ ഐസക് ന്യൂട്ടന്റെ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷനകത്ത് എന്തായിരുന്നു? ഫോഴ്സും ഈ പറഞ്ഞ ഡിസ്റ്റൻസും വിപരീത അനുപാതത്തിലായിരിക്കും എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അല്ലെ? അപ്പൊ കെപ്ലറിന്റെ മൂന്നാമത്തെ ലോയിൽ നിന്നാണ് ഐസക് ന്യൂട്ടന്റെ ആ ഒരു ലോ ഡിറൈവ് ചെയ്ത് വന്നിട്ടുള്ളത് കേട്ടോ. അതും കൂടെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചേക്കാം. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി ആണ്. അതായത് ഭൂഗുരുത്വാകർഷണ ബലമാണ് കേട്ടോ. ഇതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, നമ്മൾ നേരത്തെ പഠിച്ച കുറച്ച് കാര്യങ്ങൾ തന്നെ. അതായത് നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പൊ രണ്ട് ബോൾ ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ഇതിന്റെ മാസ് m1 ഇതിന്റെ മാസ് m2. ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ്, സെന്റർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് du ആണെങ്കിൽ ഈ രണ്ട് ബോൾ തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് എന്ത്? F is directly proportional to എന്തായിരുന്നു? m1 m2/d² എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ ഇത് രണ്ട് ബോളിന്റെ കേസാണ് നമ്മളൊരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞത്. ഇനി സപ്പോസ് ഇതിനകത്തുള്ള ഒരു വലിയ ബോൾ ഉണ്ടല്ലോ, അത് നമുക്ക് ഭൂമിയായിട്ട് എടുക്കാം. മറ്റേ ബോൾ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് ആണെന്ന് വിചാരിക്കാം. അപ്പൊ അത് തമ്മിലുള്ള ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത്. ഇതിനകത്ത് പ്രത്യേകിച്ച് ഒന്നുമില്ല. ഒരു മാസ് നമ്മുടെ ഭൂമിയുടെ ആയിരിക്കുമല്ലോ. അപ്പൊ അതിന് നമുക്ക് വലിയ m ആയിട്ട് എടുക്കാം, ക്യാപിറ്റൽ M ആയിട്ട് എടുക്കാം. അതേപോലെ തന്നെ നമ്മുടെ ഒബ്ജക്റ്റിന്റെ മാസ് എന്ന് പറയുന്നത് സ്മോൾ m ആയിട്ട് എടുക്കാം, ഡിവൈഡഡ് ബൈ r². ഈ r എന്ന് പറയുന്നത് എന്താ? r എന്ന് പറയുന്നത് ഇവിടെ ശ്രദ്ധിച്ചാൽ ഇത് നമ്മുടെ ഭൂമിയാണ്. അപ്പൊ ഞാൻ എടുക്കുന്ന ഒരു ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ എവിടെയെങ്കിലും ആണെന്ന് വിചാരിക്കുക, ഭൂമിയുടെ പ്രതലത്തിൽ സർഫസിൽ എവിടെയെങ്കിലും ആണെന്ന് വിചാരിക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഭൂമിയുടെ സെന്റർ മുതൽ ഈ പറഞ്ഞിട്ടുള്ള ഒബ്ജക്റ്റ് വരെയുള്ള ഡിസ്റ്റൻസ് എത്രയാ? അതിന്റെ ആരമായിരിക്കും അല്ലെ? അതിന്റെ ഡിസ്റ്റൻസ് ആയിരിക്കും. അത്രേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. അതാണ് ഇവിടെ r² എടുത്തിരിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ ഭൂഗുരുത്വാകർഷണ ബലം കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താ? F is equal to gmm/r². ക്യാപിറ്റൽ M എന്ന് പറയുന്നത് ഭൂമിയുടെ മാസ് ആണെന്നുള്ളത് ഓർക്കുക കേട്ടോ. ഇനി അടുത്ത് നമുക്ക് നോക്കാം, ഭൂമിയുടെ ഉപരിതലത്തിൽ എല്ലായിടത്തും ആകർഷണ ബലം ഒരേപോലെ ആയിരിക്കുമോ എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഒരേപോലെ ആയിരിക്കുമോ? ഇവിടെ നോക്കിയേ, ഈ ഒരു ഫിഗർ നോക്കിയിട്ട് പറഞ്ഞേ, ഇതാണ് നമ്മുടെ ഭൂമധ്യ രേഖ കേട്ടോ. അപ്പൊ ഇവിടുത്തെ റേഡിയസ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ കൂടുതലല്ലേ അല്ലെ? ഈ ഒരു ഡിസ്റ്റൻസ് ഭൂമിയുടെ സെന്റർ മുതൽ ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് ആണ് ഈ ധ്രുവത്തിലുള്ള ഡിസ്റ്റൻസിനേക്കാളും ആരത്തിനേക്കാളും കൂടുതലായിട്ട് വരുന്നത്. ഈ ഒരു ഡിസ്റ്റൻസ് ആണ് കൂടുതൽ.
അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞേ എഫ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്മുടെ ഭൂമിയുടെ മാസ് കേട്ടോ, അതാണ് ഞാൻ ക്യാപിറ്റൽ എം കൊടുത്തത്, പിന്നെ സ്മോൾ എം ബൈ ആർ സ്ക്വയർ എന്ന് കൊടുത്തു. പിന്നെ നമുക്ക് ഈ ഒരു കേസ് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യാം കേട്ടോ. ഭൂമധ്യ രേഖയിൽ ഉണ്ടാവുന്ന ഫോഴ്സ് നമുക്ക് നോക്കാം, ആകർഷണ ബലം നോക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ എങ്ങനെയാ, റേഡിയസ് കൂടുതലാണ്. അപ്പൊ റേഡിയസ് കൂടുതലാണെങ്കിൽ ഫോഴ്സിന് എന്ത് പറ്റും, പറഞ്ഞു തന്നെ, ആകർഷണ ബലത്തിന് എന്ത് പറ്റും, ഇത് കുറയും അല്ലേ. കാരണം എന്താ, ഒരാൾ മുകളിലും ഒരാൾ താഴെയാണ്. ഒരാൾ മുകളിലും ഒരാൾ താഴെയാണെങ്കിൽ അവരുടെ സ്വഭാവം നേരെ വിപരീതമായിരിക്കും എന്നുള്ളത് ആലോചിക്കുക കേട്ടോ. അപ്പൊ ഇവിടെ ഫോഴ്സ് കുറയും എന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഇവിടെ എന്താ പറ്റുന്നത്, ഇവിടെ ഫോഴ്സ് കുറയും അല്ലെ, ആകർഷണ ബലം കുറയും. ഇനി ധ്രുവപ്രദേശത്ത് എന്താ സംഭവിക്കുന്നത്, റേഡിയസ് ഈ ഭൂമധ്യ രേഖ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ കുറവാണ് അല്ലെ. അപ്പൊ റേഡിയസ് കുറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഫോഴ്സ് എന്തായിരിക്കും, നേർ വിപരീതമാണ്. അപ്പൊ ഇത് കുറയാണെങ്കിൽ ഫോഴ്സ് കൂടും അല്ലെ. അപ്പൊ ഈ ഒരു പ്രദേശത്ത് ധ്രുവപ്രദേശങ്ങളിലായിരിക്കും ഏറ്റവും കൂടുതൽ ആകർഷണ ബലം ഉണ്ടാവുന്നത്. മനസ്സിലായോ? അപ്പം അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഭൂമിയുടെ ഉപരിതലത്തിൽ എല്ലായിടത്തും ആകർഷണ ബലം ഒരേപോലെ ആയിരിക്കുമോ, അല്ല എന്നുള്ളതാണ് ആൻസർ. ഇനി ഇവിടെ നോക്കിയേ, ഭൂമിയുടെ ആരം എല്ലാ ഭാഗത്തും ഒരേപോലെയാണോ, അല്ല അല്ലെ. ഭൂമിയുടെ ആരം ഏറ്റവും കൂടിയ ഭാഗം ഏത്, എവിടെയാണ് ഡിസ്റ്റൻസ് ഏറ്റവും കൂടിയിട്ടുള്ളത്, നമ്മുടെ ഭൂമധ്യ രേഖ പ്രദേശത്താണ്. ഏറ്റവും കുറഞ്ഞ ഭാഗം എവിടെയാ, നമ്മുടെ ധ്രുവപ്രദേശത്താണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു വസ്തു ഭൂമിയുടെ പ്രതലത്തിൽ ഏത് ഭാഗത്ത് വെച്ചാണ് ആകർഷണ ബലം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത്, ആരം കൂടിയ ഭാഗമാണോ ആരം കുറഞ്ഞ ഭാഗമാണോ. ഇവിടെ നോക്കിയിട്ട് പറഞ്ഞേ, ആരം കുറഞ്ഞ ഭാഗത്തല്ലേ കൂടുതൽ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് അല്ലെ, ആകർഷണ ബലം കൂടുതൽ വരുന്നത്. അപ്പൊ ധ്രുവ പ്രദേശങ്ങളിൽ അല്ലെ, അപ്പൊ ആരം കുറഞ്ഞ ഭാഗത്താണ് കേട്ടോ. ഓക്കെ, ഇനി ഒരു വസ്തു ഭൂമിയുടെ പ്രതലത്തിൽ ഏത് ഭാഗത്ത് വെച്ചാലാണ് ആകർഷണ ബലം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത്. ആകർഷണ ബലം അതായത് ഫോഴ്സ് കൂടണമെങ്കിൽ എന്തായിരിക്കണം, റേഡിയസ് കുറവായിരിക്കണം. അപ്പൊ റേഡിയസ് കുറവ് വരുന്ന ഏത് കേസിലായിരിക്കും, ധ്രുവപ്രദേശങ്ങളിലാണ് അല്ലെ. അപ്പം ആകർഷണ ബലം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന എവിടെയാണ്, ധ്രുവപ്രദേശങ്ങളിൽ, അല്ലെങ്കിൽ ആരം കുറഞ്ഞ ഭാഗത്താണ്. ഓക്കെ, ഭൂമിയുടെ പ്രതലത്തിൽ നിന്ന് ഈ വസ്തുവിനെ ഉയർത്തിക്കൊണ്ടുവന്നാൽ ആകർഷണ ബലത്തിന്റെ അളവിൽ എന്ത് മാറ്റം ഉണ്ടാവും. അപ്പൊ ഒരു കാര്യം ശ്രദ്ധിക്കുക, അതും കൂടെ ഞാൻ ഒന്ന് പറഞ്ഞുതരാം. ഇപ്പൊ ഒരു വസ്തു ഭൂമിയുടെ പ്രതലത്തിൽ ഇവിടെ വെക്കാന്ന് വിചാരിച്ചോ, ഇവിടെ നിന്ന് കുറച്ചും കൂടെ ഉയർത്തി കൊണ്ടുവന്നു വിചാരിച്ചോ, മുകളിലേക്ക് കൊണ്ടുവന്നു വിചാരിച്ചോ. അപ്പൊ ആകർഷണ ബലത്തിന് എന്ത് സംഭവിക്കുന്നു ചോദിക്കുകയാണെങ്കിൽ ആകർഷണ ബലം കുറയും. അതേപോലെ തന്നെ ഒരു വസ്തു, ഇവിടെ ഇതിന്റെ പ്രതലത്തിലുള്ള ഒരു വസ്തുവിനെ ഞാൻ ഇതിന്റെ അടുത്തേക്ക് താഴത്തേക്ക് കൊണ്ടുവരുന്ന അനുസരിച്ചിട്ട്, ഭൂമിയിലേക്ക് കൊണ്ടുവരുന്ന അനുസരിച്ചിട്ടും ഈ പറഞ്ഞ പോലെ ആകർഷണ ബലം കുറയും. അപ്പം ഭൂമിയിൽ നിന്ന് അകന്നു പോയാലും ഭൂമിയുടെ എന്താ പറയാ അടുത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാലും ആകർഷണ ബലം കുറയും എന്നുള്ള കാര്യം ഓർത്തു വെച്ചേക്കുക കേട്ടോ. അപ്പൊ ഇവിടെ എന്താ ആൻസർ വരുന്നത്, കുറയുന്നു. ഇനി അടുത്ത പോയിന്റ് വായിക്കാം. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് ഭൂകേന്ദ്രത്തിലേക്ക് പോകുന്നതായിട്ട് സങ്കല്പിച്ചാലോ. അപ്പൊ ഒരു കാര്യം ശ്രദ്ധിക്കാൻ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് അകത്തേക്ക് പോകുന്ന അനുസരിച്ചിട്ട് എന്ത് പറ്റും, ഈ പറഞ്ഞിട്ടുള്ള ആകർഷണ ബലം കുറഞ്ഞു 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 വരും. എന്നിട്ട് അവസാനം ഇതിന്റെ സെന്റർ ആയി കഴിയുമ്പോഴേക്കും ആകർഷണ ബലം അവിടെ 0ആണ്. മനസ്സിലായോ? അപ്പൊ ഒന്ന് ഓർത്ത് വെച്ചേക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ പഠിച്ചിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ, SCERT കൊടുത്തിട്ടുള്ളത് എന്താണെന്നൊന്ന് വായിച്ചു നോക്കാം. വസ്തുവിന്റെ ഭാരവും ഭൂകേന്ദ്രത്തിൽ നിന്നുള്ള അകലവും. അപ്പൊ എന്താ പറഞ്ഞല്ലേ, ഒരു വസ്തുവിന്മേൽ ഭൂഗുരുത്വാകർഷണ ബലം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് അത് ഭൂമിയുടെ ഉപരിതലത്തിൽ സ്ഥിതി ചെയ്യുമ്പോഴായിരിക്കും കേട്ടോ. ഭൂമിയുടെ ഉപരിതലത്തിൽ സ്ഥിതി ചെയ്യുമ്പോഴായിരിക്കും. പിന്നെ ഉപരിതലത്തിൽ നിന്ന് മുകളിലേക്ക് പോകും തോറും, ഇവിടെ നിന്ന് മുകളിലേക്ക് പോകും തോറും എന്ത് സംഭവിക്കും, ഗുരുത്വാകർഷണ ബലം ക്രമേണ കുറയും കേട്ടോ. ഗുരുത്വാകർഷണ ബലം ക്രമേണ കുറയുകയാണ് ചെയ്യുക. അതേപോലെ തന്നെ ഭൂമിയുടെ ഉള്ളിലേക്ക് പോകും തോറും, ഇവിടെ നിന്ന് ഭൂമിയുടെ ഉള്ളിലേക്ക് പോകും തോറും എന്ത് പറ്റും, ഗുരുത്വാകർഷണ ബലം കുറയും. അപ്പൊ രണ്ട് കേസിലും ഗുരുത്വാകർഷണ ബലം കുറയും. അപ്പൊ മാക്സിമം വരുന്ന എപ്പോഴായിരിക്കും, അത് ഭൂമിയുടെ ഉപരിതലത്തിൽ നിൽക്കുമ്പോഴായിരിക്കും ഏറ്റവും മാക്സിമം. അതിനകത്ത് മാക്സിമം എവിടെയാ, ധ്രുവപ്രദേശങ്ങളിലായിരിക്കും മാക്സിമം ഗുരുത്വാകർഷണ ബലം അനുഭവപ്പെടുക. ഒരു വസ്തു ഭൂമിയുടെ കേന്ദ്രത്തിൽ വെച്ചിരുന്നാൽ അതിന് ചുറ്റുമുള്ള ദ്രവ്യം ആ വസ്തുവിനെ എല്ലാ ദിശകളിലേക്കും തുല്യ അളവിൽ ആകർഷിക്കുന്നു. അതിനാൽ ഭൂകേന്ദ്രത്തിൽ പരിണത ആകർഷണ ബലം 0ആയിരിക്കും. അപ്പൊ ഒന്ന് മനസ്സിലാക്കുക, നമ്മുടെ ഭൂമിയുടെ സെന്ററിൽ ആകർഷണ ബലം എത്രയായിരിക്കും എന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ എത്രയാണ്, 0ആയിരിക്കും എന്നുള്ളത് ഓർത്തു വെക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ പഠിച്ചിട്ടുള്ള അത്രയും കാര്യങ്ങൾ ഞാൻ ഒന്ന് വേഗം പറഞ്ഞേക്കട്ടെ. നമ്മുടെ ഭൂമിയിൽ ഗുരുത്വാകർഷണ ബലം ഏറ്റവും കൂടുതൽ എവിടെയായിരിക്കും എന്ന് ചോദിക്കുകയാണെങ്കിൽ ഭൂമിയുടെ പ്രതലത്തിലാണ്. ഇനി പ്രതലത്തിൽ എവിടെയാണ് ഏറ്റവും കൂടുതൽ എന്ന് ചോദിക്കുകയാണെങ്കിൽ എവിടെയാണ്, ധ്രുവപ്രദേശത്താണ്. കാരണം എന്താ, ഇവിടുത്തെ ആരമാണ് ഈ പറഞ്ഞിട്ടുള്ള ഭൂമധ്യ രേഖ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ ചെറുത് അല്ലെ. അപ്പൊ ആരം കുറയും തോറും ഫോഴ്സിന് എന്ത് പറ്റും, ഗുരുത്വാകർഷണ ബലത്തിന് എന്ത് പറ്റും, ഫോഴ്സ് കൂടും. കാരണം രണ്ടും വിപരീത അനുപാതത്തിലാണ്. അപ്പൊ ഇവിടെയാണ് ആകർഷണ ബലം കൂടുതൽ അനുഭവപ്പെടുന്നത്. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കുക, ഏറ്റവും കുറവ് എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ സെന്ററിലാണ്. സെന്ററിൽ ഗുരുത്വാകർഷണ ബലം എന്ന് പറയുന്നത് 0ആണ്. ഇനി നമ്മുടെ ഭൂമിയുടെ പ്രതലത്തിൽ നിന്ന് മുകളിലേക്ക് പോകും തോറും അല്ലെങ്കിൽ ഉള്ളിലേക്ക് വരും തോറും ആകർഷണ ബലം കുറയും എന്നുള്ള കാര്യം കൂടെ ഓർത്തു വെച്ചേക്കാം.
ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്ന എന്താണ് കോണ്ടാക്ട് ഫോഴ്സും നോൺ കോണ്ടാക്ട് ഫോഴ്സും. കോണ്ടാക്ട് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ സമ്പർക്ക ബലം, നോൺ കോണ്ടാക്ട് ഫോഴ്സ് എന്ന് പറയുന്നത് സമ്പർക്കരഹിത ബലമാണ് കേട്ടോ. വളരെ സിമ്പിൾ. അപ്പോൾ കോണ്ടാക്ട് ഫോഴ്സ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം, സമ്പർക്ക ബലം എന്ന് പറയുമ്പോൾ നമുക്കറിയാം രണ്ട് വസ്തുക്കൾ തമ്മിൽ സമ്പർക്കം വേണം അല്ലെ, ടച്ച് ചെയ്യണം എന്നുള്ളത് ആലോചിക്കാം. അപ്പോൾ അതിന്റെ എക്സാമ്പിൾസ് ഏതൊക്കെയാ? സർഫസ് ടെൻഷൻ ഉണ്ട്, പ്രതല ബലം ഉണ്ട്, പിന്നെ ഇലാസ്റ്റിക് ഫോഴ്സ് ഉണ്ട്, വലിയ ബലം ഉണ്ട്, അതുപോലെ തന്നെ ഘർഷണ ബലം, ഫ്രിക്ഷണൽ ഫോഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ എന്താ, ഇവിടെയൊക്കെ കോണ്ടാക്ട് നടക്കുന്നുണ്ട്, സമ്പർക്കം നടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് അതിന്റെ എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. ഇനി നോക്കിയേ, ന്യൂക്ലിയർ ഫോഴ്സ് ഉണ്ട്, ന്യൂക്ലിയർ ഫോഴ്സ്, അതുപോലെ തന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്, നമ്മുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഗുരുത്വാകർഷണ ബലം ഒക്കെ ഉണ്ടല്ലോ. അതൊക്കെ എങ്ങനെയാ? ഇതെല്ലാം ഇവിടെ സമ്പർക്കം നടക്കുന്നുണ്ടോ? ഇല്ല. അപ്പൊ ഇതൊക്കെ നോൺ കോണ്ടാക്ട് ഫോഴ്സിന്റെ എക്സാമ്പിൾസ് ആണ് കേട്ടോ. അതേപോലെ തന്നെ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ ബലങ്ങളിൽ വെച്ച് ഏറ്റവും ശക്തി കൂടിയിട്ടുള്ള ബലം ന്യൂക്ലിയർ ബലമാണ്. ഏറ്റവും ശക്തി കുറഞ്ഞിട്ടുള്ള ബലം ഏതാ? നമ്മുടെ ഗുരുത്വാകർഷണ ബലമാണ്. ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് ഭൂഗുരുത്വ ത്വരണം എന്നുള്ളതാണ്. അതായത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് സ്മോൾ ജി വെച്ചിട്ടാട്ടോ. എന്താണ് സ്മോൾ ജി? നമ്മൾ നേരത്തെ ക്യാപിറ്റൽ ജി പറഞ്ഞില്ലേ, അതെന്തായിരുന്നു? അത് സ്മോൾ ജിയും തമ്മിൽ വ്യത്യാസമുണ്ട് കേട്ടോ. ക്യാപിറ്റൽ ജി എന്ന് പറയുന്നത് എന്തായിരുന്നു? യൂണിവേഴ്സൽ കോൺസ്റ്റന്റ് ആണ്, ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ആണ് ഈ പറഞ്ഞിട്ടുള്ള ക്യാപിറ്റൽ ജി. അതിന്റെ വാല്യൂ എന്തായിരുന്നു? ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്നേ. വളരെ ചെറിയ വാല്യൂ 6.67 × 10⁻⁻11 വരും അല്ലെ, അത് മറക്കണ്ട കേട്ടോ. ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ ബൈ kg സ്ക്വയർ ആയിരുന്നു. ഇതാണ് നമ്മുടെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി സ്മോൾ ജി എന്ന് പറയുന്നത്. ഇതിന്റെ യൂണിറ്റ് എന്തായിരിക്കും? നമ്മുടെ ആക്സിലറേഷന്റെ തന്നെ അതേ യൂണിറ്റ് എന്താ? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ തന്നെയാണ് സ്മോൾ ജിയുടെ ഭൂഗുരുത്വ ത്വരണത്തിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം ഇത് എന്തൊക്കെയാ പറയണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നമുക്ക് നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സിലേക്ക് മാത്രം ഞാൻ കയറുകയാണ് കേട്ടോ. ഭൂമി വസ്തുക്കളെ ആകർഷിക്കുന്ന കാരണം വസ്തുക്കൾക്ക് ത്വരണം ഉണ്ടാകുന്നു. ഈ ത്വരണമാണ് ഭൂഗുരുത്വ ത്വരണം എന്ന് പറയുന്നത്, സ്മോൾ ജി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ പഠിക്കേണ്ട ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ F = ma. നിങ്ങൾക്ക് അറിയാവുന്ന ഇക്വേഷനാണ് അല്ലെ, ന്യൂട്ടന്റെ ചലന നിയമപ്രകാരം F = ma. ഈ ma എന്ന് പറയുന്ന പോലെ തന്നെയാണ് mg എന്ന് പറയുന്നത്. കാരണം ഇത് ആക്സിലറേഷൻ ആണെങ്കിൽ ഇത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഗ്രാവിറ്റി കാരണം ഉണ്ടാവുന്ന ആക്സിലറേഷൻ ആണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അല്ലെ. അപ്പൊ അത് രണ്ടും ഈക്വൽ ആണ്. അങ്ങനെ ഇക്വേറ്റ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ, അതിലേക്കൊന്നും ഞാൻ കയറുന്നില്ല കേട്ടോ. ഇക്വേറ്റ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ ഞാനുള്ള ഇക്വേഷൻ ഇവിടെ റെഡിയാണ് കേട്ടോ. എന്താ? സ്മോൾ ജി = ക്യാപിറ്റൽ ജി m/r². എന്ന് പറഞ്ഞാൽ എന്താ? ഈ സ്മോൾ ജി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ നേരത്തെ പറഞ്ഞ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അല്ലെങ്കിൽ ഭൂഗുരുത്വ ത്വരണം. അപ്പൊ സ്മോൾ ജി നമുക്കറിയാം, നമ്മൾ പറഞ്ഞു ക്യാപിറ്റൽ ജി ഉണ്ട്. അപ്പൊ ക്യാപിറ്റൽ ജി × m/r² ആണ് എന്ത്? സ്മോൾ ജി എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഇക്വേഷൻ നോക്കിയിട്ട് പറഞ്ഞേ, ഈ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് എന്തിനൊക്കെയാ ഡിപ്പെൻഡ് ചെയ്യുന്നത്? നമ്മുടെ ഭൂമിയുടെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലെ. ഇതൊരു കോൺസ്റ്റന്റ് ആണ് നമുക്കറിയാം, അതോടെ നിൽക്കട്ടെ. ഭൂമിയുടെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, പിന്നെന്താ? ഡിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അല്ലാതെ വേറെ ഏതെങ്കിലും മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ? ഇല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലായി. അതൊന്ന് മൈൻഡിൽ വെച്ചേക്കാം കേട്ടോ. ഇത്രയൊക്കെ ആണല്ലോ. ഇനി എന്റെ ചോദ്യം ഇതാണ്, അതായത് ഞാനൊരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് ഒരു കല്ലും അതുപോലെ തന്നെ ഒരു തൂവലും ഒരേ സമയത്ത് താഴത്തേക്ക് ഇടാന്ന് വിചാരിച്ചോ. ഏറ്റവും ആദ്യം ഏതായിരിക്കും എത്തുക? ഒന്ന് പറഞ്ഞ ആൻസർ എല്ലാവരും ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞേ. രണ്ടും ഒരേ സമയത്തായിരിക്കും എത്തുക. ഓക്കെ, അതിന്റെ റീസൺ ചോദിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, നമ്മൾ പറഞ്ഞില്ലേ ഈ പറഞ്ഞ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? ബോഡിയുടെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല അല്ലെ. ഭൂമിയുടെ മാസിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ, ബോഡിയുടെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പൊ ഏത് വെയിറ്റ് ആണെങ്കിലും, എത്ര വലിയ വെയിറ്റ് ഉള്ള സാധനമാണെങ്കിലും എത്ര ചെറിയ വെയിറ്റ് ഉള്ള സാധനമാണെങ്കിലും നമ്മൾ മുകളിൽ നിന്ന് ഇടുകയാണെങ്കിൽ രണ്ടും ഒരേ സമയത്ത് എത്തും എന്നുള്ളതാണ് അതിന്റെ കൺസെപ്റ്റ്. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, അങ്ങനെയല്ലോ ഞാനിട്ട് നോക്കിയപ്പോൾ ആദ്യം ഈ പറഞ്ഞ കല്ലല്ലേ താഴെ വീണേ എന്നൊക്കെ വേണമെങ്കിൽ ചിന്തിക്കാം അല്ലെ. അപ്പൊ അതിന്റെ റീസൺ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് ഒരുപാട് എക്സ്റ്റേണൽ ഫോഴ്സുകൾ ആക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഒരു കാറ്റാവാം അല്ലെങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് ആവാം. അപ്പൊ ഇതൊക്കെ ആക്ട് ചെയ്യുന്നതുകൊണ്ടാണ് രണ്ടും ഒരേ സമയത്ത് എത്താത്തത്. അതേസമയം ഈ പറഞ്ഞിട്ടുള്ള എല്ലാ എക്സ്റ്റേണൽ ഫോഴ്സും മാറ്റിയിട്ട് ഈ കല്ലും തൂവലും നമ്മൾ ഒരേ സമയത്ത് ഇടുകയാണെങ്കിൽ രണ്ടും ഒരേ ടൈമിൽ എത്തും കേട്ടോ. അപ്പം അതാണ് ഇവിടെ ഈ ഒരു ഇക്വേഷൻ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. അപ്പൊ ഇത് പഠിച്ചു വെച്ചേക്കുക. സ്മോൾ ജി = ക്യാപിറ്റൽ ജി m/r². ഇനി നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഗുരുത്വാകർഷണം മൂലം ഉണ്ടാകുന്ന ത്വരണം വസ്തുവിന്റെ മാസിനെ ആശ്രയിക്കുന്നില്ല. മനസ്സിലായോ? മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഭൂമിയിലേക്ക് പതിക്കുന്ന എല്ലാ വസ്തുക്കൾക്കും ഗുരുത്വാകർഷണം മൂലം ഉണ്ടാകുന്ന ത്വരണം ഒരേപോലെ ആയിരിക്കും. അപ്പം മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ത്വരണം എല്ലാത്തിനും ഒരേപോലെ ആയിരിക്കും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് പോയിന്റ്സുകളും കൂടെ നമുക്ക് നോക്കാം കേട്ടോ. ഭൂമിയുടെ പ്രതലത്തിൽ ജിയുടെ മൂല്യം ഏറ്റവും കൂടുതൽ എവിടെയായിരിക്കും? ജിയുടെ മൂല്യം ഭൂമിയുടെ പ്രതലത്തിൽ ഏറ്റവും കൂടുതൽ എവിടെയായിരിക്കും? പറയാൻ പറ്റുമോ? അപ്പൊ ജിയുടെ നമുക്ക് ഇക്വേഷൻ എഴുതാം. F = ma. നമുക്കറിയാവുന്നതല്ലേ. അപ്പൊ ma എന്ന് പറയുന്ന പോലെ തന്നെ mg എന്ന് നമുക്ക് കൊടുക്കാം അല്ലെ. ആക്സിലറേഷൻ പകരം ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കൊടുത്തു. ഇനി എന്താ ഫോഴ്സ് ഏറ്റവും കൂടുതൽ എവിടെയായിരിക്കും? ഭൂമിയുടെ പ്രതലത്തിൽ. നമ്മുടെ ആകർഷണ ബലം ഏറ്റവും കൂടുതൽ എവിടെയായിരിക്കും? നമ്മൾ നേരത്തെ പറഞ്ഞു ആരം കുറഞ്ഞിട്ടുള്ള നമ്മുടെ ധ്രുവ പ്രദേശങ്ങളിലാണ് ഫോഴ്സ് ഏറ്റവും കൂടുതൽ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ജി ഉണ്ടാവുന്ന ഏത് പ്രദേശത്തായിരിക്കും? ധ്രുവ പ്രദേശങ്ങളിലായിരിക്കും. ഏറ്റവും കുറവ് എവിടെയായിരിക്കും ജി അനുഭവപ്പെടുന്നത്?
എവിടെയായിരിക്കും? ഭൂമിയുടെ പ്രതലത്തിൽ എവിടെയായിരിക്കും? ഭൂമധ്യരേഖ പ്രദേശത്ത് അല്ലേ? കാരണം ഫോഴ്സ് അവിടെയായിരിക്കും ഏറ്റവും കുറവ്. ഭൂമിയുടെ പ്രതലത്തിലാണ് കേട്ടോ. ഇനി പ്രതലം കൊടുത്തിട്ടില്ലെങ്കിൽ ജി ഏറ്റവും കുറവ് എവിടെ അനുഭവപ്പെടുന്നത്? ഭൂമിയുടെ സെന്ററിലായിരിക്കും, ഭൂകേന്ദ്രത്തിലായിരിക്കും. ഇനി ഭൂകേന്ദ്രത്തിൽ ജിയുടെ മൂല്യം എത്രയായിരിക്കും? നമ്മൾ നേരത്തെ പറഞ്ഞു 0 ആണ്. കാരണം അവിടുത്തെ ഫോഴ്സ് 0 ആണ്. ഫോഴ്സ് 0 ആണെങ്കിൽ ജിയുടെ വാല്യൂ എത്രയായിരിക്കും? ജിയും 0 ആയിരിക്കും. ഇനി അടുത്ത് നമുക്ക് ചന്ദ്രനിലെ ജിയുടെ മൂല്യം നോക്കാം. അപ്പൊ നമുക്കറിയാം ഈ ജി എന്ന് പറയുന്നത് സ്മോൾ ജി, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, എന്തിനൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഇക്വേഷൻ നോക്കിയിട്ട് പറഞ്ഞേ. മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. എന്തിന്റെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? നമ്മളിപ്പോൾ ഭൂമിയിൽ നിൽക്കുകയാണെങ്കിൽ ഭൂമിയുടെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യും അല്ലെ? ചന്ദ്രനിൽ നിൽക്കുകയാണെങ്കിൽ ചന്ദ്രന്റെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യും. വേറെ എവിടെയെങ്കിലും ആണെങ്കിൽ അതിന്റെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പൊ ഈ ജി എന്ന് പറയുന്നത് ഓരോ ഗ്രഹത്തിലും ഓരോ വാല്യൂ ആയിരിക്കും. അല്ലാതെ ഇപ്പൊ നമ്മുടെ ഭൂമിയിൽ ഉണ്ടാവുന്ന ജി ആയിരിക്കില്ല ചന്ദ്രനിൽ ഉണ്ടാവുന്ന ജി. മനസ്സിലായോ? ഓക്കെ, അപ്പൊ നമ്മുടെ ഇക്വേഷൻ ക്യാപിറ്റൽ ജി എം ബൈ ആർ സ്ക്വയർ ആണ്. ജിയുടെ വാല്യൂ 6.67 ഇൻറ്റു 10⁻⁻11. ഈ എം എന്ന് പറയുന്നത് നമ്മുടെ ചന്ദ്രന്റെ മാസാണ് കേട്ടോ. അതാണ് ഈ കൊടുത്തിട്ടുള്ള വാല്യൂ. പിന്നെ ഇത് ചന്ദ്രന്റെ ആ ഒരു ഡിസ്റ്റൻസ് ആണ്, റേഡിയസ് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക, ചന്ദ്രനിലെ ജിയുടെ വാല്യൂ എന്ന് പറയുന്നത് 1.62 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അത് പഠിച്ചു വെച്ചേക്കുക കേട്ടോ. അപ്പം ജിയുടെ ചന്ദ്രനിലെ വാല്യൂ എത്രയാണ്? 1.62 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇനി ഇത് ഭൂമിയിലെ ജിയുടെ മൂല്യത്തിന്റെ ഏകദേശം 1/6 ഭാഗമായിരിക്കും കേട്ടോ. നമ്മുടെ ഭൂമിയുടെ ജിയുടെ 1/6 ആണ് ചന്ദ്രനിലെ ജി എന്ന് പറയുന്നത്. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് മാസും വെയിറ്റും എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ എന്താ തമ്മിലുള്ള വ്യത്യാസം? നമ്മൾ നേരത്തെ പറഞ്ഞു. എന്താ മാസ്? എല്ലാവരും ഓർത്ത് നോക്കി, എന്തായിരുന്നു മാസ്? ഒരു ബോഡീനകത്തുള്ള ദ്രവ്യത്തിന്റെ അളവിനെയാണ് നമ്മൾ മാസ് എന്ന് പറയുന്നത്. എന്താണ് ഭാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എന്താ? ഒരു വസ്തുവിനെ ഭൂമി അതിന്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്ന ബലമാണ് ആ വസ്തുവിന്റെ ഭാരം എന്ന് പറയുന്നത്. അതായത് ഒരു വസ്തുവിനെ ഭൂമി അതിന്റെ കേന്ദ്രത്തിലേക്ക്, അതിന്റെ സെന്ററിലേക്ക് ആകർഷിക്കുന്ന ബലം, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആ വസ്തുവിന്റെ ഭാരം എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ യൂണിറ്റ് പഠിച്ചു വെച്ചേക്കാൻ, യൂണിറ്റ് ന്യൂട്ടൺ ആണ് കേട്ടോ. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മളിപ്പോ മാസും പറഞ്ഞു, അതുപോലെ തന്നെ വെയിറ്റും പറഞ്ഞു. ഓക്കെ, അപ്പൊ വെയിറ്റ് എന്ന് പറയുന്ന ഒരു ബലമാണ് നമ്മൾ പറഞ്ഞു അല്ലെ? ബലമാണ്. അപ്പൊ ബലമാണെങ്കിൽ ബലത്തിന്റെ ഇക്വേഷൻ എന്താ? ഫോഴ്സ് ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ. ഈ ആക്സിലറേഷൻ മാറിയിട്ട് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആവുമ്പോഴാണ് എന്തായിട്ട് വരുന്നത്? വെയിറ്റ് ആയിട്ട് മാറുന്നത്. അപ്പൊ വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? mg എന്നുള്ളത് ഓർത്ത് വെച്ചേക്കാം. ഇത്ര ഓക്കെ അല്ലേ? ഇനി വെയിറ്റ് എപ്പോഴും സെയിം ആയിരിക്കോ? ഇല്ല. കാരണം എന്താ? ഈ വെയിറ്റ് എന്ന് പറയുന്നത് ഈ ജീനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ ജി എന്ന് പറയുന്നത് നമ്മുടെ എർത്തിനകത്തുള്ള ജി ആയിരിക്കില്ല മൂണിനകത്തുള്ള ജി എന്ന് പറയുന്നത് അല്ലെ? നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്. കാരണം ജി എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? ക്യാപിറ്റൽ എമ്മിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ ഓരോ സ്ഥലങ്ങളിലും ഓരോ ഗ്രഹങ്ങളിലും ഓരോ ജി ആയിരിക്കും വരുന്നത്. അതുകൊണ്ട് തന്നെ വെയിറ്റ് എന്ത് പറ്റും? ഈ ഭൂമിനകത്ത് ഉണ്ടാവുന്ന വെയിറ്റ് ആയിരിക്കില്ല മൂണിനകത്ത് ഉണ്ടാവുന്ന വെയിറ്റ്. അല്ലെങ്കിൽ നമുക്കറിയാലോ മൂണിലൊക്കെ നമ്മളിങ്ങനെ ഫ്ലോട്ട് ചെയ്ത് പോവല്ലേ. അപ്പൊ വെയിറ്റ് ഓരോ ഗ്രഹങ്ങളിലും വ്യത്യാസമായിരിക്കും. അതിന്റെ ജി അനുസരിച്ചിട്ടായിരിക്കും, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അനുസരിച്ചിട്ടായിരിക്കും അവിടുത്തെ വെയിറ്റ് വരുന്നത്. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്, മാസ് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സാധാരണ ത്രാസ്. ഈ സാധാരണ ത്രാസിൽ നമ്മൾ എന്താ അളക്കുക? മാസ് ആണ് അളക്കുന്നത്. അതേസമയം സ്പ്രിംഗ് ത്രാസ് ആണെങ്കിലോ താഴത്തേക്ക്, ഞാനിപ്പോൾ ഒരു വെയിറ്റ് വയ്ക്കുകയാണെങ്കിൽ താഴത്തേക്ക് ഉണ്ടാവും അല്ലെ? അപ്പൊ അവിടെ വെയിറ്റ് ആണ് അളക്കുന്നത്. സ്പ്രിംഗ് ത്രാസിൽ വെയിറ്റ് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണെന്നുള്ളത് ഓർത്ത് വെച്ചേക്കാം. ഇനി അടുത്ത് നമുക്ക് എന്താണ് 1 കിലോഗ്രാം ഭാരം അല്ലെങ്കിൽ 1 kg വെയിറ്റ് എന്നുള്ളത് നോക്കാം. 1 കിലോഗ്രാം മാസ് ഉള്ള വസ്തുവിന്മേൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലത്തിന് തുല്യമായിട്ടുള്ള ബലമാണ് 1 കിലോഗ്രാം ഭാരം, അതായത് 1 kg വെയിറ്റ്. ഒന്നുകൂടെ പറയാം. 1 കിലോഗ്രാം മാസ് ഉള്ള വസ്തുവിന്മേൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലത്തിന് തുല്യമായിട്ടുള്ള ബലമാണ് 1 കിലോഗ്രാം ഭാരം എന്ന് പറയുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. F = mg. നമുക്കറിയാലോ F = mg. ഇനി മാസ് എന്ന് പറയുന്നത് 1 kg ആയിട്ട് കൊടുത്തിരിക്കുകയാണ്. ഇനി ജി എന്ന് പറയുന്നത് എത്രയാ? നമ്മുടെ ഭൂമിയിലെ ജി എന്ന് പറയുന്നത് 9.8 ആയിട്ട് എടുത്തിരിക്കുക. 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പൊ അങ്ങനെയാണെങ്കിൽ 9.8 ഇൻറ്റു 1 എന്ന് പറയുമ്പോൾ 9.8 പിന്നെ kg മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. മനസ്സിലായോ? 9.8 kg മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പൊ ഈ 9.8 kg മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിനാണ് നമ്മൾ ന്യൂട്ടൺ എന്ന് പറയുന്നത്. അതൊന്ന് പഠിച്ചു വെച്ചോളൂ. kg മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ന്യൂട്ടൺ. അപ്പൊ 9.8 ന്യൂട്ടൺ എന്ന് പറഞ്ഞ് കിട്ടും. എന്ത് കിട്ടും? 1 kg വെയിറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ 1 kg വെയിറ്റ് എന്ന് പറഞ്ഞാൽ 9.8 ന്യൂട്ടൺ ആണ്. അപ്പൊ കിലോഗ്രാം വെയിറ്റ് എന്നത് ഭാരത്തിന്റെ മറ്റൊരു യൂണിറ്റ് ആണെന്നും കൂടെ അറിഞ്ഞിരിക്കുക. കിലോഗ്രാം വെയിറ്റ് കേട്ടോ. അപ്പൊ അങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം. 1 കിലോഗ്രാം വെയിറ്റ് എന്ന് പറഞ്ഞാൽ 9.8 ന്യൂട്ടൺ ആണ്. അടുത്ത് നമുക്ക് എന്താണ് പലായന പ്രവേഗം അല്ലെങ്കിൽ എസ്കേപ്പ് വെലോസിറ്റി എന്നുള്ളത് നോക്കാം. ഇത് നമ്മുടെ NCERT ടെക്സ്റ്റിലത്തെ ചെറിയൊരു പോർഷൻ ആണ് കേട്ടോ. നമ്മുടെ സിലബസിൽ എടുത്ത് കൊടുത്തിട്ടുണ്ട് പലായന പ്രവേഗം. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു ടോപ്പിക് കവർ ചെയ്യുന്നത് കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിക്കാം. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ ഞാനൊരു കല്ല് എടുത്തിട്ട് മുകളിലേക്ക് എറിഞ്ഞു എന്ന് വിചാരിച്ചോ. ആ കല്ലിന് എന്താ സംഭവിക്കുക?
അത് തിരിച്ച് താഴത്തേക്ക് വരും അല്ലേ? റീസൺ നിങ്ങൾക്ക് അറിയാം. കാരണം നമ്മുടെ ഭൂമിയുടെ ഭൂഗുരുത്വാകർഷണ ബലം കൊണ്ടാണ്, ഭൂമിയുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൊണ്ടാണ് ഈ പറഞ്ഞിട്ടുള്ള കല്ല് തിരിച്ച് നമ്മുടെ ഭൂമിയിലേക്ക് വരുന്നത്. നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇതേപോലെ നമ്മുടെ ഭൂമിയിൽ നിന്ന് നമുക്കൊരു കല്ല് എറിഞ്ഞിട്ട് ആ കല്ല് നമ്മുടെ ഭൂമിയിലേക്ക് തിരിച്ച് വരാത്ത രീതിയിൽ എവിടെയെങ്കിലുമൊക്കെ എത്തിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും പറ്റും. അത് എപ്പോഴാ പറ്റുന്നേ? ഞാൻ ഇപ്പൊ ആ കല്ല് എറിയുന്നത് 11.2 km/s സ്പീഡിലാണ് ഞാൻ ആ കല്ല് എറിയുന്നതെങ്കിൽ എന്ത് പറ്റും? ഈ കല്ലിന് ഭൂമിയുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ ഓവർകം ചെയ്തിട്ട്, ഭൂമിയുടെ ഭൂഗുരുത്വാകർഷണ ബലത്തെ ഓവർകം ചെയ്തിട്ട് ഈ കല്ലിന് എസ്കേപ്പ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത്. ഭൂമിയുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ എസ്കേപ്പ് ചെയ്തിട്ട് അതിന് പോവാൻ ആവശ്യമായിട്ടുള്ള വെലോസിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എസ്കേപ്പ് വെലോസിറ്റി. അങ്ങനെയാണെങ്കിൽ എസ്കേപ്പ് വെലോസിറ്റിയുടെ വാല്യൂ ഇമ്പോർട്ടൻ്റ് അല്ലേ? എത്രയാണ് എസ്കേപ്പ് വെലോസിറ്റിയുടെ വാല്യൂ? 11.2 km/s. ശ്രദ്ധിക്കണം, 11.2 km/s എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡിൽ 11.2 കിലോമീറ്റർ കവർ ചെയ്തിട്ടുണ്ടാവണം. മനസ്സിലായോ? അതായത് ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ വൈറ്റിലയിൽ നിൽക്കുകയാണ്. ഇപ്പൊ വൈറ്റില മുതൽ ഒറ്റ സെക്കൻഡിൽ വൈറ്റില മുതൽ കളമശ്ശേരി വരെ കവർ ചെയ്തിട്ടുണ്ടാവണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിന് നമ്മുടെ എർത്തിന്റെ ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ പറ്റും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ കിലോമീറ്റർ ആണ്. നമുക്ക് വേണമെങ്കിൽ ഓപ്ഷനിൽ കൊടുക്കാം 11.2 m/s, 11.2 km/s. അപ്പൊ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് ആൻസർ ചെയ്യാം. അപ്പൊ അതിനാണ് കേട്ടോ ഞാൻ ഈ ചെറിയ കണക്ഷൻസ് ഒക്കെ പറയുന്നത്. അപ്പൊ കിട്ടിയോ എന്താണ് എസ്കേപ്പ് വെലോസിറ്റി എന്നുള്ളത്? അപ്പൊ നമുക്കറിയാം നമ്മുടെ സാറ്റലൈറ്റ് ഒക്കെ നമ്മൾ വിക്ഷേപിക്കുന്ന സമയത്ത് അതൊക്കെ ഈ പറഞ്ഞ 11.2 km/s അല്ലെങ്കിൽ അതിന് മീതെയുള്ള സ്പീഡിൽ കൊടുത്താലായിരിക്കും നമ്മുടെ എർത്തിന്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനൊക്കെ ഓവർകം ചെയ്തിട്ട് അതിന് പുറത്തേക്ക് എത്താൻ പറ്റുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അതിനെയാണ് നമ്മൾ പറയുന്നത് എസ്കേപ്പ് വെലോസിറ്റി അല്ലെങ്കിൽ പലായന പ്രവേഗം. അതേപോലെ തന്നെ ഒരു ഇക്വേഷനും കൂടെ നിങ്ങൾ പഠിച്ചു വെച്ചേക്കാം കേട്ടോ. അതായത് എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത് √2gme/re. ഈ me എന്ന് പറയുന്നത് എർത്തിന്റെ മാസ് ആണ്, re എന്ന് പറയുന്നത് എർത്തിന്റെ റേഡിയസ് ആണ്. അപ്പൊ എർത്തിന്റെ മാസും അതുപോലെ തന്നെ എർത്തിന്റെ റേഡിയസ് ഒക്കെ അനുസരിച്ചിട്ടാണ് അതിന്റെ എസ്കേപ്പ് വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത് കേട്ടോ. എസ്കേപ്പ് വെലോസിറ്റി എത്രയാണ്? നമ്മുടെ എർത്തിലത്തെ എസ്കേപ്പ് വെലോസിറ്റി ആണ് 11.2 km/s. അപ്പൊ ഇതേപോലെ തന്നെ നമുക്ക് ഇനി ഓർബിറ്റൽ വെലോസിറ്റി പഠിക്കാനുണ്ട്, അതുപോലെ തന്നെ ഫ്രീ ഫോൾ പഠിക്കാനുണ്ട്. അപ്പൊ ഈ രണ്ട് ചെറിയ ടോപ്പിക്കും അതേപോലെ തന്നെ കുറച്ച് ന്യൂമറിക്കൽസും കൂടിയിട്ടായിരിക്കും നമ്മുടെ അടുത്ത സെഷൻ വരുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു സെഷൻ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ മാത്രം കമന്റ് ചെയ്യുക. മനസ്സിലായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മനസ്സിലായി എന്ന് പറഞ്ഞു തരാം കേട്ടോ. കാരണം അത്യാവശ്യം വലിയൊരു ടോപ്പിക് ആയതുകൊണ്ടാണ് നമ്മൾ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ക്ലാസ് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ സപ്പോർട്ടിങ്.